ഹെയ്റ്റ് നോർമൽ ആവുമ്പോഴാണ് അത് ജനസൈഡായിട്ട് മാറാന്നുള്ള. ബോസ്നിയയിൽ എല്ലാ വർഷവും പുതിയ പുതിയ ഖബറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അൺനോൺ ആയിട്ടുള്ള ഒരു ജനസൈഡാണ്. ആലോചിച്ച് നോക്കുക, വേൾഡ് വാർ സെക്കൻഡിന് ശേഷം യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ ജനസൈഡാണ്. ഒരു സൈഡിൽ ചർച്ച്, ഒരു സൈഡിൽ പള്ളി, ഇങ്ങനെ ജീവിച്ച മനുഷ്യന്മാര്. അത് സോഷ്യൽ ഫാബ്രിക് അത്രയും ഈടെ ചേർന്ന് നിൽക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുത്തത് ഈ മരിച്ച ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡാ. ഈ മുസ്ലിങ്ങൾ വെച്ചിട്ട് എന്തിനാ അങ്ങക്ക് അന്ന് കേക്ക് എന്തായാലും മരിക്കാൻ പോകുന്ന. ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുന്നതിന്റെ മുമ്പ് ബോംബുകൾ വർഷിക്കാൻ തുടങ്ങാം. വെടിയുണ്ട കൊണ്ടു കാലിലായിരിക്കും കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടു, എന്നിട്ട് വേറൊരാൾ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വീഴും. പിന്നെ വെടി കൊള്ളൂലല്ലോ. ഈ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ കുഴി കിടക്കുന്ന ആളുകൾ. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ച സബ്രനിക്കര? ഒരു പുസ്തകമുണ്ട്, അന്നാ എബ്ഡറ്റ് എന്നുള്ള ഒരു ജർമ്മൻ ഫിലോസഫർ എഴുതിയ എയ്ക്ക്മാൻ ഇൻ ജെറുസലം എ റിപ്പോർട്ട് ഓൺ ദ ബനാലിറ്റി ഓഫ് ഈവിൽ എന്ന് പേരുള്ള. ബനാലിറ്റി ഓഫ് ഈവിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഒരു തിന്മയെ അല്ലെങ്കിൽ വെറുപ്പിനെ ഇങ്ങനെ സാധാരണ പോലെ കാണുക, അതിനാ ബനാലിറ്റി ഓഫ് നോർമലായിട്ട് കാണുക, അതിനാ ബനാലിറ്റി ഓഫ് ഈവിൽ എന്ന് പറയുന്നത്. ഇതിലൊരു കഥ പറയുന്നുണ്ട്, അഡോൾഫ് ഐക്ക്മാൻ എന്നിട്ടുള്ള ഒരാളെ കഥ. മറ്റേ ട്രൈബ്യൂണൽ കോർട്ടിലൊക്കെ അതല്ല, ഇത് നാസി കമാൻഡറായിട്ട് അത് തന്നെയാണ്. ഈ ഐക്ക്മാന്റെ പണി എന്താ വെച്ചാല് ഈ ജൂതന്മാരെ ഈ ഹോളോകോസ്റ്റിലേക്ക് കയറ്റുന്ന പണിയാണ് എന്ത് ഐക്ക്മാന്റെ പണി. അപ്പം ഐക്ക്മാനെ സംബന്ധിച്ചിടത്തോളം ഓന്ന് വിചാരിക്കുന്ന വെച്ചാല് ഇത് ഒരു ഉത്തരവാദിത്തമാണ്, എന്റെ ഒരു അമാനത്ത് പൂർത്തീകരണം പോലെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഐക്ക്മാൻ ഈ പണി മൊത്തം ചെയ്തത്. ഇത് എന്റെ ഒരു ജോലി. അതായത് ഈ ഐക്ക്മാനെ അറിയില്ല ഒരു വിരോധം, ഇപ്പൊ കയറ്റിക്കൊല്ലുന്ന ജൂതന്മാരായിട്ട് ഒരു വിരോധവും ഐക്ക്മാനില്ല. പക്ഷെങ്കിൽ എന്റെ ഉത്തരവാദിത്തം കർമ്മനാന്തിയാണ് പൂർത്തീകരിക്കാനുള്ളൊരു ബോധത്തിൽ മെന്റാലിറ്റിയിലാണ് ഐക്ക്മാൻ ഈ പണി ചെയ്യുന്നത്. ഇമോഷൻലെസ് ആയിട്ട് ഒന്നുമില്ല, എന്റെ പണി ചെയ്യാണ്. പക്ഷെ ഐക്ക്മാൻ വ്യക്തി ജീവിതത്തിലൊക്കെ ഭയങ്കര ഉഷാറാണ്, അയൽവാസിയായിട്ട് നല്ലോണം പെരുമാറും, നല്ല സ്വഭാവമാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, അതായത് ഹോളോകോസ്റ്റിലേക്ക് ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലാൻ പോകുന്ന ആൾക്കാർ ഒരു അതായത് ഒരു വികാരമില്ല, എന്റെ എന്തോ ഒരു ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്ന പോലത്തെ ഒരു സ്വഭാവത്തിലേക്ക്, അതായത് അത്രയും വലിയൊരു വെറുപ്പിനെ നോർമലാക്കിയത് മാത്രമല്ല ബോധ്യം തന്നെ ആ ഒരു മെന്റാലിറ്റിനെ മാറിപ്പോയി. അതായത് ഇതെന്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ അതായത് നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത്രയും ക്രൂരത എന്താ പറയുക. പക്ഷെങ്കിൽ ഓലെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരിക്കില്ല, ക്രൂരത ആയിരിക്കില്ല, മറിച്ച് ഓലെന്തോ ഒരു ഉത്തരവാദിത്തം ചെയ്യുന്നത് പോലെ ഒരു ഹെയ്റ്റിനെ വെറുപ്പിനെ സാധാരണ പോലെയാക്കിയിട്ട് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ നമ്മൾ എത്രയോ ചരിത്രം കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഹെയ്റ്റ് നോർമൽ ആവുമ്പോഴാണ് അത് ജനസൈഡായിട്ട് മാറാന്നുള്ള. കാരണം ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ചോറുള്ള ഒരു പരിപാടിയാണല്ലോ, അത്രയും വയലൻസ് ആണ്. അത്രയും റിസ്ക് ഉള്ള ഒരു പരിപാടിയാണല്ലോ. ഇത് ഒരാളെ കൊല്ലല്ല, 10,000 ആൾക്കാരെ കൊല്ലാണ്. അപ്പൊ ഒരാൾക്ക് ഇത് നോർമലായിട്ട് അതിലൊരു പ്രശ്നമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാലാണല്ലോ ഇങ്ങനെ ആൾക്കാരെ കൊല്ലാൻ വയ്യ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ജനസൈഡ്സ് എടുത്ത് നോക്കിയാലും അവിടൊക്കെ വയലൻസ് നടക്കുന്നത് ആദ്യം അതിന്റെ ഒരു മുമ്പൊരു പ്രോസസ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നടക്കും. ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു പൊടി അല്ലെങ്കിൽ ഒരു അണുക്കൾ ഇങ്ങനെ ഉണ്ടാവും, അത് വിദ്വേഷത്തിന് അണുക്കളായിരിക്കും. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ വെല്ല വർദ്ധിച്ചു വരും. അത് വർദ്ധിച്ചു വരുമ്പോൾ ആളുകൾക്ക് അടുത്തുള്ളവനോട് ഭയങ്കര, അതായത് അയൽവാസിയാണോ ഒന്നും അറിയാത്ത കോലത്തിലേക്ക് ഇങ്ങനെ ഇത്രയും ദിവസം വരെ ഇതൊരു കഥയും കഴിച്ചാൽ NS മാധവന്റെ പാല് പിരിയുന്ന കാലം, അതിൽനിന്നാണ് ഈ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞു. പാല് വിരിയുന്ന കാലം പറഞ്ഞിട്ടൊരു ചെറിയ കഥയാണ്. എനിക്ക് തോന്നുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേറ്റ് വന്ന കഥയാണ്. ഞാൻ അന്ന് വായിച്ച അന്ന് തന്നെ നോട്ട് PDF ആക്കി വെച്ചിരുന്നു, സ്കാൻ ചെയ്തിട്ട്. ഞാൻ ഇന്ന് എവിടേക്ക് യാത്ര പോകണമെങ്കിലും ട്രെയിനിലാണ് യാത്ര എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ കഥ ഒന്ന് വെറുതെ വായിച്ചു നോക്കും. ആ ഈ കഥ എങ്ങനെയാണ്, ഒരു സാബു പറഞ്ഞ ഒരാള്, അയാള് വയറ്റിന്റെ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അയാള് ഭോപ്പാലിന് ഡൽഹിക്ക് പോവാണ് വിദഗ്ധ പരിശോധനക്ക് വേണ്ടിയിട്ട്. അപ്പൊ അയാളെ കയ്യില് ഇതുണ്ട്, ഇറച്ചി കഷ്ണം ഉണ്ട്, അയാളുടെ അവിടെ ഓപ്പറേറ്റ് ചെയ്ത സാധനം കയ്യിലുണ്ട്. അപ്പൊ അയാള് വണ്ടി കയറുമ്പോ തന്നെ വെയ്യാതെ കയറുന്നു. അതായത് പോട്ടറുണ്ട് സാധനമൊക്കെ വാങ്ങാന്, ഒപ്പം പിടിക്കാന്. എന്നിട്ട് ഇയാള് പോട്ടറിനെ മേത്തേക്ക് വീഴുകയാണ്. എന്നിട്ട് പോട്ടറാണ് ഇയാളെ പിടിച്ച് താങ്ങിയിട്ട് സീറ്റിലിരുത്തി ഭോപ്പാലിന് ഏകദേശം ഒരു രാത്രിയുടെ വൈദൂരാണ് ഭോപ്പാൽ ടു ഡൽഹി യാത്ര ഉള്ളത്. ഇയാള് കയറുന്നു, സാബു കയറിയിട്ട് രാത്രി തന്നെ അവിടെ മയങ്ങാൻ കിടക്കുന്ന നേരം ഒരു പെണ്ണ്
ആ പെണ്ണ് ഇങ്ങനെ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് ഇങ്ങനെ വന്നിട്ട് എന്താ സാബുവിനോട് ഇങ്ങനെ ഇങ്ങനെ കണ്ണിമൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നു. സാബുക്ക് ആളെ തിരിയുന്നില്ല, എന്താ മനസ്സിലാവുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആളുകളൊക്കെ നമ്മളാദ്യം ഇരിക്കുമായിരിക്കുമല്ലോ സീറ്റിൽ, പിന്നെ കെടുക്കാൻ നേരത്താണല്ലോ മറ്റേ നടുവത്തെ സീറ്റ് പൊക്കുക, ബെർത്ത് പൊക്കുക, മിഡിൽ ബെർത്ത് പൊക്കുക. അപ്പോൾ മിഡിൽ ബെർത്ത് എല്ലാവരും ഇങ്ങനെ കെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവളിങ്ങനെ വന്നിട്ട് സർ എന്ന് വിളിച്ച്. അപ്പോൾ ആദ്യം മെയിൻ്റ് ആക്കിയില്ല, സാബു മെയിൻ്റ് ആക്കിയില്ല. അപ്പോൾ പിന്നെയും സർ എന്ന് വിളിച്ച്. അപ്പോൾ സാബു എന്ത് ചെയ്ത് ചൂടിൽ വേണ്ട എനിക്ക് പറ്റൂല. അപ്പോൾ എന്ത് പറ്റൂല? അല്ല ഈ പറയാൻ പോകുന്ന കാര്യം എനിക്ക് പറ്റൂല. അതിന് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അല്ല ഇവിടെ എന്താ ഇവിടെ ലോവർ ബെർത്തിൽ കെടുക്കാനല്ലേ ചോദിച്ചു. അപ്പൊ അതെങ്ങനെ മനസ്സിലായി? അപ്പോ അല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റുമോന്നൊന്നും ചോദിക്കൂലല്ലോ. അപ്പൊ എന്താ ഇവിടെ ഇങ്ങനെ കുറെ പറയും എനിക്ക് പറ്റും, എനിക്ക് ഇവിടെ കിടക്കണം, മുകളിൽ കിടത്താൻ പേടിയാണ്. കാരണം എനിക്ക് മുകളിൽ കിടക്കുമ്പോ അപ്പർ ബെർത്തിൽ കിടക്കുമ്പോ ഒരു ഇടുക്കാണല്ലോ. നമുക്ക് ശരിക്കും സ്പേസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ മുകളിൽ തന്നെ അത് വരുമ്പോ ഒരു ഇടുക്കം. അപ്പൊ ഒരു പറഞ്ഞു എനിക്ക് ഒരു പെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന പോലെ എനിക്ക് പേടിയാണെന്നൊക്കെ അവള് കുറെ പറഞ്ഞു നോക്കും. പക്ഷെ പറയും ഇതൊന്ന് പോവണ്ണേ, എനിക്ക് അതിനൊന്നും ഇതില്ല, വെയ്യാതെ കിടക്കണം, ഇടക്കിടക്ക് ബോധം പോകുന്നുണ്ട് സാബുവിന്റെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിടക്കും. അപ്പൊ ഈ സാബു ഇങ്ങനെ കിടക്കുന്ന നേരത്ത് ഈ ആൽക്കനകി എന്നാണ് ആ പെണ്ണിന്റെ പേര്. ആൽക്കനകി എന്നിട്ട് സാബുവിന്റെ ചെവിയിൽ ഇങ്ങനെ ഒന്ന് പറയും എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പറയും. എന്നിട്ടല്ല ഞങ്ങളെ കൊല്ലുന്നെ ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് കഥ ഭയങ്കര രസമായിട്ട് സിമ്പിളായിട്ടൊക്കെ ഫീൽ ചെയ്യാം. പിന്നെ അല്ല സാധാ പോലെ പറയില്ല എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നൊക്കെ. എന്നിട്ട് രാവിലെ നീക്കുമ്പോൾ സാബു നീക്കുമ്പോൾ ഡൽഹിയിലെത്തിണ്ടാവും. ഡൽഹിയിൽ ഇറങ്ങും. അപ്പോൾ ഡൽഹിയിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കാത്തിരിക്കും. കഥ ഇങ്ങനെ വലിയ കഥയാണ്, ഞാൻ അങ്ങനെ ചുരുക്കി പറയാം. കാത്തിക്കുമ്പോൾ പെട്ടെന്ന് സാബു ഇങ്ങനെ അവിടെ കിടന്ന് മയങ്ങിയിരിക്കും. അതായത് സ്റ്റേഷന്റെ പുറത്ത്, ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് പ്ലാറ്റ്ഫോമിൽ ആളെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, 2 പട്ടികൾ സാബുവിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പട്ടി ഇങ്ങനെ നിന്ന് കരക്കാനും മണക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ആൾക്കാരാക്കി വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടുത്തെ പോലീസുകാരനോട് ചോദിക്കും സുബൈദാർ എന്താണ് ഇയാളെ പെട്ടിയിൽ ഇങ്ങനെ മണക്കുണ്ടല്ലോ, എന്താ ഇപ്പൊ ഇത് സംഭവം? അപ്പൊ ആ സുബൈദാർ ആദ്യം മെയിൻ്റെ ആക്കൂല. എന്നിട്ട് ഇവളിങ്ങനെ വെറുപ്പിച്ചോണ്ടേയിരിക്കും. അപ്പോ സുബൈദാർ അയാളൊരു പാവാണ്, അയാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും അയാൾക്ക് വെയ്യ, അയാളെ കെടുക്കാണ്. അപ്പൊ ഇവളിങ്ങനെ പറയും എന്താ പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ടല്ലോ, അത് അറിയണല്ലോ നിങ്ങൾ അച്ഛത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പൊ ആളുകൾ ഇങ്ങനെ കൂടാതെ തുടങ്ങും. ആളുകൾ കൂടിയിട്ട് എന്താ സംഭവം ഒന്ന് നോക്കണല്ലോ, ഇതിപ്പോ എന്താന്ന് അറിയണല്ലോ. അപ്പൊ 2-3 പട്ടികളും കൂടും, ആളുകളും കൂടും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, പോലീസുകാരെ വന്നിട്ട് ഇയാളുടെ ബാഗ് തുറന്ന് നോക്കണം. ബാഗ് തുറന്ന് ഇങ്ങനെ നോക്കി ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുപ്പി കിട്ടും. കുപ്പിന്റെ ഉള്ളില് സ്പിരിറ്റില് ഒരു ഇറച്ചി കഷ്ണമാണ്. അപ്പൊ ആളുകളെ ഇറച്ചി. അപ്പോ ഇതാരുടെ ഒരാളപ്പം എന്ത് ചെയ്യും, ആളുകളപ്പം തന്നെ കൂടിയുണ്ടാവും. പ്ലാറ്റ്ഫോം മൊത്തം ആള് നിറഞ്ഞിട്ടുണ്ടാവും. ഒരാള് സാബുവിന്റെ തലക്കടിച്ചിട്ട് ഇത് ആരുടെ ഇറച്ചിയാണ് കഴിച്ചു. അപ്പൊ സാബു ഇതിന്റെ ഇറച്ചിയാണ്. ഓന്റെ പള്ളേന്ന് ഓപ്പറേറ്റ് ചെയ്തെടുത്ത ഇറച്ചിയാണ്. അപ്പോൾ ആൾക്കാർ നിന്റെ ഇറച്ചി എന്താ കളിയാക്കണം പറഞ്ഞിട്ട് ആൾക്കാർ തലങ്ങും വലങ്ങാടി. അപ്പോൾ ഇല്ല ക്ഷമിക്കണം, എന്റെ ഇറച്ചിയാണ്, ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സർജറിക്ക് വേണ്ടിയിട്ട് ഡൽഹിക്ക് വന്നതാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാണ് ഓപ്പറേറ്റ് ചെയ്ത മാംസ കഷ്ണം ഇവിടെ കാണിച്ചു കൊടുക്കണം, എൻ്റെ അടുത്ത് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട്. ആളെ കളിയാക്കുന്ന പറഞ്ഞാൽ ഇവർ പിന്നെ ഒന്നും കേൾക്കുന്നില്ല. അതോട് കൂടിയിട്ട് പിന്നെ ആ കഥ ഇങ്ങനെ പോവാണ്. ഭയങ്കര ഇടങ്ങാറാ കഥ വായിക്കാൻ. അതായത് എന്താ സമ്പർക്രാന്തി എക്സ്പ്രസ് എത്തി, ജമ്മു തവി എക്സ്പ്രസ് എത്തി, ബീഹാർ എക്സ്പ്രസ് എത്തി, ഓരോ എക്സ്പ്രസ്സുകൾ എത്തി, റൺവേകളെല്ലാം ആളുകൾ നിറഞ്ഞു. ഒരു ട്രെയിൻ വന്നപ്പോൾ ഒരാൾ വന്നിട്ട് ഇയാളുടെ കയ്യിൽ സാധനം ഉണ്ട്, എല്ലാവരും ഓടി വരും. സാധനം കൈയോട് തെളിവോട് കൂടി പിടിച്ചിട്ടുണ്ട് അറിയുമ്പോൾ എല്ലാവരും ഓടി വരും. ഇപ്പൊ NS മാധവ് അതിൽ എഴുതി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു സാധനം. അതായത് സാബു ലാസ്റ്റായിട്ട് ഇങ്ങനെ ബോധത്തിൽ ആൾക്കാരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയതൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്, ആൾക്കൂട്ടാണ് അടിക്കുന്നത്. അപ്പോൾ സാബു അവസാനമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര സാധാരണത്താണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു 2 പെൺകുട്ടികൾ വന്നിട്ട് കൊക്കക്കോളന്റെ കുപ്പി വെച്ച് ചില്ലേറ്റ് അടിക്കാനായി വരും. ആ 2 ആളുകൾ വന്നപ്പോൾ സാബുവിന് ഒരു പെർഫ്യൂമിന്റെ മണം കിട്ടിയത്. സാധാ ആളുകളാണ്, യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ആളുകളാണ്. ഓര് വന്നിട്ട് സാബുവിനെ അടിച്ചടിച്ച് അങ്ങനെ ആ കഥ അവസാനിപ്പിക്കുന്ന ഇങ്ങനെ ഓരോ ട്രെയിനുകളും വന്ന് കുറെ കഴിഞ്ഞപ്പോൾ സാബുവിന് ഇങ്ങനെ മേത്ത് ഇങ്ങനെ ഒരു പശിമ പറ്റാൻ തുടങ്ങി, ഒരു ഒട്ടൽ. അപ്പൊ നോക്കുമ്പോൾ അത് സാബുവിന്റെ ചോരയാണ്. അങ്ങനെ സാബു മരിക്കാൻ. അതായത് സാബു എന്താണ്, സാബു എന്നുള്ള പേരാണ്, മുസ്ലിമാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നാണ് സാബു, കേരളത്തിൽ നിന്നാണ്, കയ്യിലിറച്ചിണ്ട്, അടിച്ചു കൊല്ലടാ. കൊല്ലുന്ന ആരാ? സാധാ ആളുകൾ. നമ്മള് സോഷ്യോളജിയിൽ ഇങ്ങനെ പറയുമേ ക്വാസി ഗ്രൂപ്പാണ് അങ്ങനെ ഒന്നുമില്ല, സാധാ ആളുകൾ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ക്ഷീണിതരായിട്ടുള്ള ആളുകൾ. ഓ ഇത് ഉണ്ടാക്കി കഥയാണ്. പക്ഷെ എന്താ ജുനൈദിന്റെ കഥ എടുത്ത് നോക്കി, ഏകദേശം ഇതേപോലെ സ്റ്റാർട്ടിങ് ഒരാളെ ജസ്റ്റ് അത് പറയായിരിക്കും
ജസ്റ്റ് ഒരു അവര് ജൂൺ ഞാനിങ്ങനെ ഒരു സാധനം എഴുതിയെന്ന് ഒരു ജൂൺ 11-നാണ് ആ കഥ നടക്കുന്നത്. ഒന്നുമില്ല, ഫരീദാബാദിൽ നിന്ന് ഡൽഹിക്കുള്ള ഒരു ട്രെയിനിൽ ജുനൈദും അവന്റെ സഹോദരന്മാരും ഉണ്ട്. എന്തോ സീറ്റിന്റെ പേരിലുണ്ടായ ചെറിയ തർക്ക. പക്ഷെ പ്രശ്നം എന്താ, ജുനൈദിന്റെ വേഷമാണ്. ജുനൈദ് നമ്മളിപ്പം ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഒരുപാട് കൂട്ടക്കൊലകളൊക്കെ കേൾക്കും, വാൾക്കൂട്ടക്കൊലകളൊക്കെ കേൾക്കുമ്പോൾ ആ ബീഫിന്റെ ഇറച്ചിയാണെന്ന് കരുതി ആടിറച്ചി കയ്യിൽ വെച്ച ആൾക്കാരെ അടിച്ചു കൊന്ന് വീട്ടിൽ കയറി ദോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോറിയിൽ പശുക്കളെ കടത്തിയെന്ന് പറഞ്ഞ് ആരോപിച്ച് കൊന്ന് ആരോപണമാണ്. അല്ല, എനിക്കതില് പോയിന്റ് ആയിട്ട് തോന്നി ആരോപിക്കുന്ന ഒന്നല്ല. എന്താണ് ഫസ്റ്റ് ഒരു വാർ ഉണ്ടാവുമ്പോ, ഒരു ജനസൈഡ് ഉണ്ടാവുമ്പോ ഫസ്റ്റ് അവിടെ ഉണ്ടാവുക അവിടെ വർക്ക് ചെയ്തത് എന്താ നോക്കിയാ, അവിടെ വർക്ക് ചെയ്തത് ഈ ഒരു കേസിലൊക്കെ വർക്ക് ചെയ്തത് ആദ്യം ഫിക്സ് ചെയ്ത് വെച്ച ഞാൻ ആരോപണം, അതായത് ഫസ്റ്റ് ഇങ്ങനെ പറയില്ല, എന്താണ് ഫസ്റ്റ് മാർട്ടർ ഓഫ് എ ഫസ്റ്റ് കൊല്ലപ്പെടുന്നത് ഒരു യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെടാൻ സ്റ്റേറ്റ്. അതാണ് കാഷ്വാലിറ്റി ഇൻ ദ വാർ. ഞാൻ ആ സെൻസിലല്ല പറയുന്നത്, ആരോപണമൊക്കെ ആ സെൻസിലായിരുന്നു. പക്ഷെ അതല്ല, ഇവരുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഹേറ്റ് ഉണ്ട്, ഭയങ്കര സാധനം. അപ്പോ എന്താ ഇക്കൊല്ലല്ലോ മറ്റേ സാധനം നടന്ന് യുഎൻ സെബ്രനിക്ക മെമ്മോറിയൽ ജൂലൈ 11-നാണ്. ജൂലൈ 11 പറഞ്ഞാല് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സംഭവം ആചരിക്കലുണ്ട്. പ്രത്യേകിച്ച് ബോസ്നിയയില് എല്ലാ വർഷവും പുതിയ പുതിയ ഖബറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അന്ന് മരിച്ച ആളുകള് ഇപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അല്ലെ, നമ്മള് ബോസ്നിയ പലസ്തീൻ പറയണ ബോസ്നിയ പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ബോസ്നിയ അറിയോ? ഉമ്മാക്ക് ബോസ്നിയ അറിയില്ല, ഉപ്പാക്ക് ബോസ്നിയ അറിയില്ല. നമ്മളൊരു ഫ്രണ്ട് സർക്കിളിലുള്ള ആള് ബോസ്നിയ ഈ ബോസ്നിയ കടന്ന് സ്രെബ്രനിച്ച എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബോസ്നിയനെ കുറിച്ച് അറിയുമ്പോ ആദ്യം നമ്മളൊരു ഇത് കൊടുക്കണം തോന്നുന്നു. നമ്മൾ തന്നെ നമ്മൾ അറിയുന്നത് എന്താണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയ സമയത്ത് കൊറോണ സമയത്താണ് വായിച്ചു തുടങ്ങുന്നത്. അതായത് ഈ ഒരു പുസ്തകം ബംഗ്ലൂരിന്റെ കണ്ണീരുണങ്ങാത്ത ബോസ്നിയ എന്നൊരു അതില് എന്താ ഇപ്പൊ ബോസ്നിയ എന്താണ്, ബോസ്നിയന്റെ ചരിത്രം എന്താണ്? വേറെ പുസ്തകം മലയാളത്തില് നമ്മള് കണ്ടിട്ടില്ല. പിന്നെ കൊറേ ഡോക്യുമെന്ററീസ് ഉണ്ട്, കൊറേ സിനിമകൾ, കൊറേ സാധനങ്ങളുണ്ട്. അപ്പൊ ഈ വർഷം പോലും തന്നെ കൊറേ ഡോക്യുമെന്ററീസ് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോ ബോസ്നിയ എന്താന്ന് ചിലപ്പോ തിരിഞ്ഞിണ്ടാവില്ല. ലൈക്ക് അങ്ങനല്ല, വളരെ അൺനോൺ ആയിട്ടുള്ള ഒരു ജനസൈഡാണ്. ആലോചിച്ച് നോക്കുക, വേൾഡ് വാർ സെക്കൻഡിന് ശേഷം യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ ജനസൈഡാണ്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം പീസാണ്, അവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ള സെൻസിൽ നമ്മൾ സാധാരണ ഒറ്റ ഒഴുക്കം മട്ടിലാണ് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തൂല. ഇത് ജനസൈഡാണെന്ന് ഇപ്പം അംഗീകരിക്കാതെ. അതല്ല, ഇതിപ്പോ നമ്മളിപ്പോ കുറെ ബാക്കിലാന്ന് ആലോചിക്കണ്ട. ഈ 25 ഇപ്പൊ യൂട്യൂബിലുണ്ട്. 1992 to 95 നമ്മൾ ജനിക്കുന്ന 5-8 വർഷം മുമ്പായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം തുടങ്ങി വെച്ചാല് യൂഗോസ്ലാവിയ എന്ന് പറഞ്ഞിട്ട് ഒരു കുറെ ഇതുള്ള രാജ്യമാണ്. എന്ന് വെച്ചാല് സ്ലോവേനിയ, ക്രൊയേഷ്യ, സെർബിയ, അതുപോലെ മാസിഡോണിയ, മോണ്ടിനെഗ്രോ, ഇങ്ങനെ കുറെ എന്താണ് വംശങ്ങളുള്ള ഒരു കുറെ രാജ്യങ്ങൾ കൂടിയ ഒരു രാജ്യമാണ് യൂഗോസ്ലാവിയ പറഞ്ഞാൽ ഈ ബാൾക്കൻ ഏരിയയിൽ. അതായത് ഇതിന്റെ ഒക്കെ മുകളിൽ സോവിയറ്റ് യൂണിയന്റെ ഞാൻ യൂഗോസ്ലാവിയ ആദ്യം കേൾക്കുന്നത് ഞാൻ 10ാം ക്ലാസ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പഠിക്കുമ്പോ ഇന്ത്യന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അന്ന് മുതൽ ഇതുവരെ മാർഷൽ ഡീറ്റോ ആയിരുന്നു ഭരിച്ചതോ. വരെ മൂപ്പരുടെ 1980 വരെ 40 കൊല്ലറ്റ് ഭരിക്കുന്നുണ്ടല്ലോ മൂപ്പര്. അതിന് ശേഷമാണ് പിന്നെ മൂപ്പര് മരിച്ചതിന് ശേഷമാണ് യൂഗോസ്ലാവിയ തകരുന്നത്. പല ഭരണാധികാരിന് ശേഷം വരുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താണ് ആ ടൈമിൽ എന്താണ് സ്ലോവേനിയയും ക്രൊയേഷ്യ ഒക്കെ എന്താണ് സ്ലോവേനിയ, ക്രൊയേഷ്യ, മെസഡോണിയ, മോണ്ടിനെഗ്രോ, ബോസ്നിയ, ഹെർഗസോവിന, സെർബിയ, അങ്ങനെ 6 രാഷ്ട്രങ്ങൾ എന്താണ് പിന്തിരിഞ്ഞ് പോവാണ്. എന്ന് വെച്ചാൽ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. എല്ലാരും ഇങ്ങനെ പറയും, അതായത് മാർഷൽ ടിറ്റോന്റെ കാലം വരെ യൂഗോസ്ലാവിയ ഒരുമിച്ച് ബ്രദർഹുഡ്. യൂഗോസ്ലാവിയ മാർഷൽ ടിറ്റോന്റെ ഉള്ള കാലത്ത് എന്ന് പറയുന്നത് എന്താണ് പ്രതിപക്ഷ ശബ്ദങ്ങൾ ഇല്ലാതാക്കിയ. അതായത് സ്റ്റാലിനൊക്കെ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേപോലെ അടിച്ചു വീഴ്ത്തി എല്ലാരും. എന്തൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടോ ഇതൊക്കെ ഇല്ലാതെ. അതുപോലെ മതപ്രവർത്തനങ്ങൾ പറ്റൂല, ബാങ്ക് വിളിക്കാൻ പറ്റൂല, അതുപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യം. അതായത് അവിടൊക്കെ ഇത്ര ശതമാനം മുസ്ലിങ്ങളാന്ന് പറയുമെങ്കിലും കൂടിയിട്ട് അവിടെ അന്നത്തെ ഒരു വസ്തുത പരിശോധിക്കുമ്പോൾ അവിടെ 3-4 ആൾക്കാർ ഒരു വില്ലേജിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ബാക്കിയൊക്കെ ഈ മാർക്സിസ്റ്റ് ഐഡിയോളജി ആയിട്ട് ലയിച്ചു പോയിട്ടുണ്ട് ആൾക്കാർ.
അങ്ങനത്തെ ഒരു അവസ്ഥ. മാത്രല്ല എന്തുകൊണ്ടാ കാരണം പക്ഷെ ബോസ്നിയ എന്ന് ഒരു പറഞ്ഞാല് practicing ഉള്ള ബോസ്നിയ പറഞ്ഞാല് എത്ര 50-70% മുസ്ലിംസാണ്. ഭൂരിഭാഗം വെച്ചാല് ഈ ബോസ്നിയാക്കുകൾ അറിയും, അതായത് മുസ്ലിംസിന് ബോസ്നിയാക്ക് എന്ന് പറയും. അതെന്ന് വെച്ചാൽ ടിറ്റോന്റെ കാലത്ത് ഈ മതപ്രവർത്തനങ്ങൾ പറ്റൂല, പള്ളികള് മര്യാദക്ക് തുറക്കാൻ പറ്റൂല. ഇതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നുള്ള വിശ്വാസം, ഇസ്ലാം മുസ്ലിം വിശ്വാസം ഉണ്ടാവും, അതിൽ നിന്നൊക്കെ ഇവര് അന്യം നിന്ന് നോക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മദ്രസ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന മദ്രസ ഉണ്ടാവില്ല, ദീന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. ഇതൊന്നും അറിയാണ്ട് വളർന്ന ഒരു ജനറേഷനാണ്. അപ്പൊ ഈ 40 കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, 30 കൊല്ലാണല്ലോ ഒരു ജനറേഷന്റെ ടൈം ലിമിറ്റ് എന്ന് അപ്പൊ പറയുന്നത്. ഈ 40 കൊല്ലം അടുത്ത ജനറേഷൻ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടത്തി. അപ്പൊ അങ്ങനെ കുറെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയാസ് ഒക്കെ ഇതാക്കിക്കൊണ്ടുള്ളതാണ് ഈ ടിറ്റോന്റെ ഭരണം. ടിറ്റോന്റെ ഭരണത്തിന് ശേഷമാണ് പിന്നീട് പല ഭരണാധികാരികൾ വരികയും അതിനുശേഷം യുഗോസ്ലാവിയ തകരുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഓരോ രാജ്യങ്ങൾ, ഇപ്പോൾ സെർബിയ എന്നിട്ട് എന്താണ് യുഗോസ്ലാവിയായിട്ട് സ്വയം ചമഞ്ഞിട്ട് എന്താണ് പിന്നെ അന്നേരം യുഗോസ്ലാവിയനെ അതായത് ഈ യുദ്ധം ഈ മൊത്തം യൂഗോസ്ലാവിയൻ വാറിന്റെ ഇടയിൽ വരുന്ന ഒരു വളരെ അടഞ്ഞ അധ്യായമാണല്ലോ ഈ സാധനം. ടിറ്റോ മരിക്കുന്നത് 80കളിലാണ് ടിറ്റോ മരിക്കുന്നത്. 9 വർഷം വേറെ ആൾക്കാർ മാറി മാറി ട്രൈ ചെയ്ത് നോക്കി യുഗോസ്ലാവിയ മുന്നോട്ട് കൊണ്ടുപോകാൻ, പക്ഷെ ആർക്കും പറ്റിയില്ല. അപ്പം സെർബിയ പിരിഞ്ഞി, അങ്ങനെ പിന്നെ ഓരോരോ രാജ്യങ്ങൾ എന്ത് ചെയ്തു, സെർബിയ അല്ല പിരിയുന്നത്. ഫസ്റ്റ് ക്രൊയേഷ്യ, സ്ലോവേനിയ പിരിയും. അതായത് ഇപ്പൊ യൂഗോസ്ലാവിയ രാജ്യം, ആ രാജ്യം ഒരു ഫെഡറേഷൻ പോലെ വർക്ക് ചെയ്യുന്നു. അവിടെ ആളുകൾ പല എത്നിക് ഗ്രൂപ്പ്സ് ഉണ്ട്. അൽബേനിയൻസ് ഉണ്ട്, അവിടെ ക്രോട്സ് ഉണ്ട്, എന്താ സെർബ്സ് ഉണ്ട്, ബോസ്നിയാക്സ് ഉണ്ട്. അങ്ങനെ കുറെ ആളുകൾ പല എത്നിക് ഗ്രൂപ്പുകൾ താമസിക്കുന്ന സ്ഥലം. പക്ഷെ ഒരു മാർസലിട്ട് ഒറ്റ ടീമാക്കിയിട്ട് നിലനിർത്തി ഇങ്ങനെ ഭയങ്കര വയലൻസ് അടിപൊളി ഭരണാധികാരി എന്ന് പറയുന്നത് ഒറ്റ നിലക്ക് നിർത്തി. പക്ഷെ മാർസലിട്ടോ മരിച്ചോട് കൂടിയിട്ട് അവിടെ പിന്നെ നാഷണലിസം വർക്ക് ചെയ്തു. പ്ലസ് കുറെ കാരണങ്ങളുണ്ട്. USSR തകർന്നു. അങ്ങനെ കുറെ കാരണങ്ങൾ കാരണം ആളുകൾക്കിടയിൽ ഒരു ഉള്ളിലുള്ള ഒരു ജനാധിപത്യം വളർന്ന് അങ്ങനെ സ്വന്തം രാജ്യമാണെന്ന് പറയുന്നു. ഒരു സാധനം നടക്കുന്നുണ്ട്, ഖിലാഫത്ത് തകരുന്നുണ്ട്. അതിന്റെ 2024 പൂർണ്ണമായിട്ട് അവസാനിക്കുന്നുണ്ട്. അതൊക്കെ കുറെ എന്താണ് അതിൽ ഇതുണ്ട്. ഉസ്മാനിയ ഖിലാഫത്ത് കാരണമാണ് ഇവിടേക്ക് മുസ്ലിങ്ങൾ എത്തുന്നത്. അതായത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ബോസ്നിയയിൽ വന്നിട്ട് അങ്ങനെ ഇവിടേക്ക് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം എത്തുന്നത്. പക്ഷെ അത് രസമുണ്ട്. അതായത് നമ്മളിപ്പോ പറയുമ്പോ 14ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വന്നു. പക്ഷെ ഇസ്ലാം വന്നപ്പോ ഭയങ്കര ഫാസ്റ്റ്ലിയാണ് ബോസ്നിയൻസിന്റെ ഇടയിൽ, അതിൽ ഈ ബാൾക്കൻ റീജിയനിൽ ഇസ്ലാം വളരും. അപ്പൊ സാധാരണ ഇങ്ങനെ ഓരോ കാരണങ്ങൾ. അപ്പൊ ഇതിന് നോക്കി കഴിഞ്ഞാൽ വേറെ രസമുണ്ട്. ഇപ്പോ ബാൾക്കൻ റീജിയനിൽ ഇസ്ലാം അവിടെ എത്തുമ്പോ, അല്ലെങ്കിൽ ഉസ്മാനികള് കോൺസ്റ്റാന്റിനോപ്പിൾ മുഹമ്മദ് ഫാത്തി കീഴടക്കിയതിന് ശേഷമാണ് പിന്നീടാണ് അവിടുന്ന് അങ്ങോട്ട് ബാൽക്കണിലേക്കൊക്കെ ഇസ്ലാം അങ്ങനെ എത്തുന്നത്. അപ്പൊ അവിടെ എത്തുന്ന വേളയിൽ അവിടെയുള്ള ആളുകൾ ക്രിസ്ത്യൻസിനും ഭൂരിഭാഗവും. പക്ഷെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പോലും അതിലൊരു അവാന്തര വിഭാഗം. അവിടുത്തെ ക്രിസ്ത്യൻസിന് ബൊഹീമിയനിസം എന്നാ പറയാ, ബൊഹീമിലിസം. അതായത് അവര് യേശു ക്രിസ്തു ദൈവാണെന്ന് പറയുന്നില്ല. അവർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, 5 വക്ത് നിസ്കാരം അവർക്ക് ഉണ്ടായിരുന്നു, അവർക്ക് സുജൂദ് ഉണ്ടായിരുന്നു. ഇതൊന്നും അന്നുണ്ടായിരുന്ന ഒരു പൗരോഹിത്യ മതം ഉണ്ടല്ലോ, അതിലില്ലാത്തൊരു സാധനമാണ് ഈ നിസ്കാരം, നോമ്പ് പരിപാടിയൊക്കെ. ഇതാർക്കുണ്ടായിരുന്നു? ഈ ബോയ് അതായത് അന്ന് ബാൽക്കൺ റീജിയനിലുള്ള ക്രിസ്ത്യൻസിനുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോ എന്താണ്, മുസ്ലിംസ് ഒന്നും ഇവര് പറയുന്ന മതവും ഞങ്ങൾ ആചരിക്കുന്ന മതവും ഏകദേശം ഒരേപോലെ. ഇവര് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നു, ഞങ്ങളും അതന്നെ പറയുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഇസ്ലാമിനായിട്ട് സിങ്കായിട്ട് ഇപ്പൊ ബോസ്നിയാക്സിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിലേക്ക് അങ്ങനെ അക്കൾച്ചറേഷൻ നടന്നു കണ്ട്. അത് മാത്രമല്ല, അന്നത്തെ ഒരു ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ വരെ ഭയങ്കര പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പൊ അങ്ങനെ ഒരു കിരാത ഭരണം എന്നൊക്കെ പറയില്ല, ആ രീതിയിലായിരുന്നു അവിടെ തന്നെ. അപ്പൊ അതിനോടൊക്കെ ഒരു അതൃപ്തിയൊക്കെ കൂടി വരെ ഏറ്റെടുക്കുകയായിരുന്നു, അതായത് ഉസ്മാനികളെ. അപ്പോൾ അതുപോലെ ഇസ്ലാം സ്വീകരിക്കുക ഓരോ ഭരണം എങ്ങനെയായിരിക്കും, ഭരണത്തെ കുറിച്ച് കേൾക്കുകയും നീതിപൂർവ്വമുള്ള ഭരണമാണ്, ആളുകൾ ഏറ്റവും നല്ല ഇതാണ് എന്നൊക്കെ ഉള്ളത് കേട്ടിട്ട് ഒരു ടൈം ലൈൻ നമ്മളിങ്ങനെ പറയുമല്ലോ, നമ്മളിങ്ങനെ പറഞ്ഞു ഓരോ വർഷം ഇന്നത് സംഭവിച്ചു, അവസാനം നമ്മൾ ബോസ്നിയ യുദ്ധത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ ഈ ടൈം ലൈൻ എടുത്തു നോക്കിയ ഒരു രസകരമായിട്ടുള്ള ഒരു സാധനം മനസ്സിലാവും. അന്ന് മുതൽ ആ ഹെയ്റ്റ് തുടങ്ങി. അതായത് ഇസ്ലാമിലേക്ക് ആളുകൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നത് മുതൽ ഈ ഹെയ്റ്റ് തുടങ്ങി. അതായത് അവരെ വിളിക്കുന്ന പേരുകളുണ്ട്. അതായത് ഈ സെർബുകൾ അവരെ വിളിക്കുന്ന കുറെ പേരുകളുണ്ട്. അതായത് ജൂതൻ, ജീസസിനെ കൊലപ്പെടുത്തിയ ആളുകൾ എന്ന് പറയുന്നുണ്ട്. ജനറ്റിക് വേസ്റ്റുകൾ എന്ന് പറയുന്നത് അതൊക്കെ വിളിക്കുന്നതാണ് ഈ ബോസ്നിയാക്സുകൾ വിളിക്കുന്ന പേരാണ്. ബോസ്നിയാക്സ് എന്ന് പറഞ്ഞാൽ എത്നിക്കലി മുസ്ലിംസ് ആണ്, ബോസ്നിയ മുസ്ലിംസ് ആണ്. അപ്പോ പിന്നെ വിളിക്കുന്നത് തുർക്കികൾ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം തുർക്കികളായിട്ട് ഇവർക്ക് ബന്ധമല്ല. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ആക്ഷേപിക്കാണ്, നല്ലതായിട്ട്
അപ്പൊ ഇതൊക്കെ തുർക്ക് എന്നുള്ള പദം ഒരു മോശം പദം. ഇവർക്കൊരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെങ്കിൽ ഇവരങ്ങനെ കളിയാക്കുന്നത്. അങ്ങനെ ഈ ഒരുപാട് പേരുകൾ ഇവരെ എടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിദ്വേഷം, ഈ ഒരു പ്രോസസ്സ് അന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാം വന്നത് മുതൽ ഈ ഒരു വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം അന്ന് മുതൽ ഒരു അപ്പോൾ മാത്രമല്ല ഈ സെർബുകൾക്കിടയിൽ രണ്ട് വിഭാഗങ്ങൾ മുമ്പുണ്ടായിരുന്നു. ചില മുമ്പ് രാജഭരണമായിരുന്നല്ലോ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സെർബിയയിലെ ഒരു രാജവംശം ഇങ്ങനെ ഭരിച്ചിരുന്ന സമയത്ത് കാരാ ജോർജ് എന്ന ആളുടെ, അപ്പൊ മൂപ്പര് കുറെ സെർബിയക്കാർക്ക് വേണ്ടി കുറെ യുദ്ധമൊക്കെ നടത്തിയിട്ട് അങ്ങനെ നാട് വിട്ടു പോവുകയായിരുന്നു. അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഈ ഭരണകൂടത്തിന്റെ ആളുകൾ എന്താ കാരാ ജോർജിനെ വധിക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഈ കാരാ ജോർജിന്റെ ആളുകൾ എന്താണ് പ്രതികാരം വീട്ടുകയാണ്. അപ്പൊ അങ്ങനെ പിന്നീട് സെർബുകൾ തമ്മിൽ ഭയങ്കര യുദ്ധമാണ്. അപ്പൊ ഇത് ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊതു ശത്രുവിനെ നിർമ്മിക്കുക. ഇതാണല്ലോ സാധാരണ ഈ ജനസൈഡിലും ഈ വംശീയതയിലും സെർബിയക്കാരുടെ കൊല്ലുന്നത്. ഈ ഒന്നാം ലോകാഭികള് യുദ്ധവും നാലോ യുദ്ധം അത് വേറെ ഇത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പൊതു ശത്രുവിനെ ഉണ്ടാക്കി വെക്കുക. അപ്പൊ അങ്ങനെയാണ് ഇവരെ ക്രോട്ടുകളെയും മുസ്ലിങ്ങളൊക്കെ എന്താണ് ക്രോട്ടുകള്, അതായത് ഈ യുദ്ധം നടക്കുമ്പോ ഒക്കെ 3 വിഭാഗങ്ങളല്ലേ നമ്മൾ പൊതുവെ പറയുന്നത്. ക്രോട്ടുകളുണ്ട്, ബോസ്നിയാക്സ് ഉണ്ട്, അതുപോലെ സെർബ് ഉണ്ട്. അപ്പൊ ഈ ക്രോട്ട് വിഭാഗം ബോസ്നിയാക്കുള്ള കൂടെ അതായത് ഓൾക്ക് ഈ വിദ്വേഷമില്ല, ഈ സെർബിയസിനുള്ളൊരു വിദ്വേഷം. പക്ഷെ ഞാൻ വേറെ സെൻസിലാണ് ഈ ഒരു സാധനം ഇങ്ങനെ വായിച്ചിരുന്നത്. അതായത് ഇപ്പോ ബോസ്നിയ എടുക്കാം. അപ്പൊ ബോസ്നിയയിലാണല്ലോ ഈ വംശഹത്യ നടക്കുന്നത്. ബോസ്നിയയിൽ 43% മുസ്ലിങ്ങളാണ്. പിന്നെ അതിനുശേഷം 31% സെർബ്സ് ആണ്. പിന്നെ ബാക്കി ക്രോഡ്സ് ആയിട്ടുള്ളത് ബാക്കി 17% ഒരു കാത്തലിക് ക്രിസ്ത്യൻസ്. ഇപ്പൊ ക്രോഡ്സ് കാത്തലിക് ക്രിസ്ത്യൻസ് ആണ്, സെർബ്സ് ഓർത്തഡോക്സ് ആണ്, ബോസ്നിയാക്സ് മുസ്ലിംസ് ആണ്. അപ്പൊ ഇവരുടെ ഇടയിൽ എത്നിക്കലി ക്ലാഷ് ഉണ്ട്, പ്ലസ് മതപരമായ വ്യത്യാസമുണ്ട്. പക്ഷെ വ്യത്യാസം എന്താ വെച്ചാല് ഇപ്പോ ബോസ്നിയയിൽ ജീവിക്കുന്ന സെർബ്സിന് എന്താണ്, അവർക്ക് വേറെ രാജ്യമുണ്ട്, സെർബിയ എന്ന രാജ്യമാണ്. ക്രോഡ്സിനും വേറെ രാജ്യമുണ്ട്, ക്രൊയേഷ്യ എന്ന രാജ്യമുണ്ട്. പക്ഷെ ബോസ്നിയാക്സിന്റെ പ്രദേശം എന്ന് പറയുന്നത് ഈ ബോസ്നിയ ഹെർസഗോവിന എന്ന് പറയുന്നതാ. ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇപ്പോ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഇങ്ങനൊക്കെ പ്രശ്നം. ഇപ്പോ മാർഷൽ ടിറ്റോക്ക് ശേഷം ഇങ്ങനെ ആളുകൾക്കിടയിൽ യൂഗോസ്ലാവിയ തകരുന്ന കോലത്തിലേക്കൊക്കെ എത്തി. അപ്പൊ ആ നിലക്ക് ഇങ്ങനെ ഓരോരോ ഈ ഫെഡറേഷൻസ് ഒക്കെ വളരാൻ തുടങ്ങി, സ്വന്തം നിലക്ക് രാജ്യം വേണമെന്നുള്ള ആവശ്യങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ ക്രൊയേഷ്യ റഫറൻഡം നടത്തി, ഇൻഡിപെൻഡൻസ് റഫറൻഡം. ആ ക്രൊയേഷ്യ നടത്തിയപ്പോൾ 99% ആളുകളും ഓക്കെ ഞങ്ങൾക്ക് പുതിയ രാജ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ക്രൊയേഷ്യ മാറിയിരുന്നു, സ്ലൊവേനിയ മാറിയിരുന്നു. അപ്പോഴാണ് ആ ഒരു യുദ്ധം തുടങ്ങുന്നത്. സെർബിയ അന്ന് ഒരു രാജ്യം മാത്രമാണ്. പക്ഷെ സെർബിയ എന്ത് ചെയ്തു, അന്ന് ഞങ്ങളാണ് യൂഗോസ്ലാവ് ആർമി എന്ന് പറഞ്ഞ പ്രസിഡന്റിന്റെ പേരോ, അതായത് സെർബിയക്ക് ഒഫീഷ്യലി സെർബിയക്ക് ഒരു പ്രസിഡന്റും ഉണ്ട്. അതുപോലെ തന്നെ സെർബ് ആർമിക്ക് വേറെ, അവിടെ വേറെ ബോസ്നിയ ഒന്നാമത് വരെ അടിച്ച് വരാടിച്ച് പറഞ്ഞിട്ട് ഓരോ പേരാണ്. അപ്പോ അങ്ങനെയാണ് യുദ്ധം തുടങ്ങുന്നത്. സെർബിയ പറഞ്ഞു ഞങ്ങൾ യൂഗോസ്ലാവിന്റെ ആളുകളാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ നിൽക്കുന്ന ആളുകൾ. യൂഗോസ്ലാവിയ ആർമി എന്ന് പറയുന്നത് സെർബുകളാണുള്ള സെൻസിൽ ഓരെന്ത് ചെയ്തു, സെർബിയക്കെതിരെയും സ്ലൊവേനിയക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. അതിൽ സ്ലൊവേനിയ പറഞ്ഞാൽ നമ്മളിപ്പോ മാപ്പിൽ ഇപ്പൊ കാണുന്നവരാണെങ്കിൽ മാപ്പിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ സ്ലൊവേനിയ ആണെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്താണ്. പിന്നെ ഇവർക്ക് സ്ലൊവേനിയ അത്രക്ക് ഇഷ്ടമല്ല. അതായത് സ്ലൊവേനിയയിൽ ഇവർ അങ്ങനെ ആക്രമിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ സ്ലൊവേനിയയിൽ സെർബ്സ് വളരെ കുറവാണ്, സെർബിയ വംശജന വളരെ കുറവാണ്. പക്ഷെ ക്രൊയേഷ്യയിൽ അങ്ങനെയല്ല. ക്രൊയേഷ്യയില് സെർബുകൾക്ക് ഭൂരിപക്ഷമുള്ള കുറെ പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ ബോസ്നിയോട് അടുത്തുള്ള പ്രദേശങ്ങൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ക്രൊയേഷ്യയിലുള്ള സെർബുകള് റിവോൾട്ട് നടത്താൻ തുടങ്ങി, ഉപരോധങ്ങൾ നടത്താൻ തുടങ്ങി. അതിനൊക്കെ ആര് ഫണ്ട് ചെയ്യും? സെർബിയക്കാരാണ്, സെർബിയ ടീമാണ്, രാജ്യമാണ്. പക്ഷെ യൂഗോസ്ലാവ് ആർമി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ന്യൂട്രലാന്ന് പറയും, പക്ഷെ ഇവരെന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ആർമി സെൻസിൽ കൊടുക്കും. അപ്പൊ ഇങ്ങനൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതായത് മാർഷൽ ടിറ്റോ മരിച്ചതിന് ശേഷം ഇങ്ങനെ കലുഷിതമായിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം. അപ്പോഴാണ് ബോസ്നിയ സ്വന്തം രാജ്യം വേണം എന്ന് ബോസ്നിയും ആവശ്യം ഉന്നയിക്കുന്നു. ഇവരുടെ ഒരു ലീഗായിരുന്നു ആവശ്യം ഉന്നയിക്കുന്ന ഇതുണ്ട്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ തന്നെ ക്രോട്സിന് ഇപ്പം കാര്യങ്ങൾ പരിഹരിക്കേണ്ടിയിട്ടും ഒരു അതേ കേന്ദ്രമായിട്ട് ക്രൊയേഷ്യ ഉണ്ട്, സെർബ്സിന് എന്തുണ്ട്, സെർബിയ ഉണ്ട്. പക്ഷെങ്കിൽ ഈ ബോസ്നിയത്തെ മുസ്ലിങ്ങൾക്ക് ഈ ഒരു സമയത്തൊക്കെ ബോസ്നിയൻസിൽ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെങ്കിൽ അത് മുസ്ലിങ്ങൾ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം ഓൾക്കൊരു അഭയസ്ഥാനം അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ടീം അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ ഈ പ്രശ്നം ആദ്യം ഉന്നയിച്ചത് ബോസ്നിയൻ മുസ്ലിങ്ങളുടെ ഒരു നേതാവ്, അതായത് മൊത്തത്തിലൊരു യൂറോപ്പിൽ തന്നെ ഒരു ഇസ്ലാമിനെ റിവൈവൽ ചെയ്ത മനുഷ്യനാണ്. ഇപ്പൊ ലോകം മൊത്തം ഒരു പണ്ഡിതൻ,
അലീജ അലി ഇസ്സത്ത് ബഗോവിച്ച്. അലിയ എന്നാണോ അതായി പ്രൊനൗൺസിയേഷൻ വെച്ചിട്ടുണ്ട്. കുറെ സ്ഥലത്ത് അലീജ എന്ന് പറയും. ഉള്ളടത്തൊക്കെ യാ എന്നാണ്. സരയോ അലിയ അലിയ എന്നും പറയും. അലിയ അലിയ ഇസ്സത്ത് ബഗോവിച്ച് ഒരു ഫിലോസഫറാണ്. പക്ഷെ എന്റെ അപ്പുറത്തേക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബോസ്നിയന്റെ ആദ്യത്തെ എലക്റ്റഡ് പ്രസിഡന്റുമാണ്. അപ്പം ഈ അലിയ ഇസ്സത്ത് ബഗോവിച്ചാണ് ശരിക്കും ഈ ആവശ്യം എന്തിനത് ഉന്നയിക്കുന്നത്. നമ്മൾ എന്തായിരിക്കണം, നമുക്കൊരു രാജ്യമാവണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അലിയ ഇസ്സത്ത് ബഗോവിച്ച് രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ജയിലാവുന്നുണ്ട്. എസ് ഡി എന്ന് പറഞ്ഞിട്ട് എന്തൊരു പാർട്ടിയില്ല. ഒരുപാട് അതായത് മൂപ്പരെ ഇസ്സത്ത് ബഗോവിച്ചിനെ കാണുന്നത് ഒരു റിനൈസൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് അവിടുത്തെ ഒരു ഇസ്ലാം ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ അതേ ജയിലിലാക്കി അവസാനത്തെ നിമിഷവും ജഡ്ജി ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ളത്. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ജയിലിൽ ആദ്യമായിട്ട് മുമ്പ് തൊള്ള തുറന്ന് സംസാരിക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, ഞാൻ എന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി മാറ്റിച്ചു. അതായത് ഇസ്ലാമില്ല, മൂപ്പരുടെ ലക്ഷ്യം തന്നെ മൂപ്പര് അൾട്ടിമേറ്റ്ലി പറയുന്നത് ഇസ്ലാം എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. ഇവരുടെ പുസ്തകം ഫസ്റ്റ് പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് ഇത് ഇസ്ലാമിനെ അതല്ല, ഇസ്ലാമിനെ അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ബയാനുൽ ഷുയൂഇ എന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതിന്റെ ബയാനുൽ ഇസ്ലാമി ഇസ്ലാമിക് മാനിഫെസ്റ്റോ ഒരു എന്തൊരു പോളിസി, ഇസ്ലാമിന്റെ ഒരു പോളിസി പറയും. മൂപ്പര് ഒരു വ്യൂസ് ആണ് മൂപ്പര് പറയുന്നത്. അതായത് ഇസ്ലാം എന്താണ്. പക്ഷെ ആ പുസ്തകം എഴുതിയ പേരിൽ ഒരു ഖിലാഫത്ത് ഉണ്ടായിട്ട് പിടിച്ച് ജയിലിലിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഓർഗനൈസ്. അതായത് 925 അലിയ ഇസ്സത്ത് ബഗോവിച്ച് ജനിക്കുന്നത്. അതിനുശേഷം ചെറുപ്പത്തിലെ തന്നെ ഖുറാനൊക്കെ പഠിക്കാൻ പോയി. എന്തോ 6 വയസ്സിൽ ഉമ്മാക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇങ്ങനെ ദീൻ പഠിപ്പിക്കണം ശരിക്കുള്ള. അത് അന്ന് സുബൈക്ക് പള്ളിയിലെത്തുന്ന 4 ആൾക്കാരിൽ ഒരാള് അലിയ ബഗോവിച്ചാന്ന് ഇങ്ങനെ പറയലുണ്ട്. അങ്ങനെ ഈ ഒരു ഇസ്ലാമിനോടുള്ള താല്പര്യം കുറെ വായന നടത്തും. അങ്ങനെ ഈ ഒരു 20-30 ഏജ് ആ ടൈമിൽ എന്ത് ചെയ്ത് യങ് മുസ്ലിംസ് എന്നിട്ട് ബോസ്നിയയിലെ ഒരു ഗ്രൂപ്പ്, അതായത് മുസ്ലിങ്ങൾ ശരിക്കുള്ള ഇസ്ലാമിന് ഒരു എന്താണെന്നുള്ള കൺസെപ്റ്റിൽ ഒരു യങ് മുസ്ലിംസ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് യൂത്ത് ശരിക്കുള്ള ഇസ്ലാം നമ്മൾ റിവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ബഗോവിച്ച് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, തന്റെ ഐഡിയ ആണ്, അത് ആശയാണ്. അപ്പം എന്ത് ചെയ്തു, അതിൽ ജോയിൻ ചെയ്തു. പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിൽ തന്നെ മതപ്രവർത്തനങ്ങളും ഇതൊക്കെ എന്തായിരുന്നു ആ സമയത്ത് പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് ഗവൺമെന്റിനെതിരാണോ എന്നുള്ളൊരു ഗവൺമെന്റിന് ഇപ്പോഴും ഒരു ഷാഡോ പോലെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ യങ് മുസ്ലിംസ് നിരോധിക്കുകയും ചെയ്തു. യങ് മുസ്ലിംസിലെ മൊത്തം ആൾക്കാരെ ജയിലടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ബഗോവിച്ച് ജയിലിൽ പോകുന്നത്. അപ്പോൾ ബുക്ക് പുറത്തിറങ്ങി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആ ബുക്ക് 2ാം തട്ടാണ്. അതായത് ആദ്യമായിട്ട് യങ് മുസ്ലിംസിന്റെ പേരിൽ ജയിലിൽ പോയി, പിന്നെ തിരിച്ചു വന്നു, ജോലിയൊക്കെ ആയി. അങ്ങനെ പിന്നെയും കുറെ ഇസ്ലാമിന്റെ അഗ്രികൾച്ചർ പഠിക്കുന്നു. അതൊക്കെ 1ാമത്തെ ജയിൽ കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിലൊക്കെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ പണി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലാംഗ്വേജ് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ പുസ്തകം, അതായത് എന്താ ഇസ്ലാം പോളിസി, ആ പുസ്തകത്തിന്റെ പേര് ഓർമ്മയില്ല, അത് ചെയ്തതോടുകൂടിയിട്ട് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്തു, പിന്നെയും ബഗോവിച്ചിനെ ജയിലിലിടാണ്. അത് ഒരുപാട് കാലം എന്ത് ചെയ്തു, അതിന്റെ പേരിൽ ജയിലിൽ കിടന്നത്. ആ ജയിലിലുള്ള സമയത്താണ് എന്ത് ഇസ്ലാം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എഴുതി, അത് പബ്ലിഷായി. ലോകം മൊത്തം അത് ഷെയർ ചെയ്യാൻ അറിയുന്നുണ്ട്. എങ്ങനെ ഗവൺമെന്റ് പ്രഷർ ചെയ്യാൻ നോക്കുന്നോ മൂപ്പര എങ്ങനെങ്കിലും കൊടുക്കാൻ നോക്കുമ്പോ ഒക്കെ ആളുകൾ കൂടുതൽ വായിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ഇസ്ലാം അങ്ങനെയാണ്, പ്രാക്ടീസ് ചെയ്യുന്നില്ല ആളുകൾ, പേരിന് മുസ്ലിങ്ങളാണ്. അപ്പൊ ഈ ആശയം കിട്ടുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശരിക്കുള്ള ഇസ്ലാമിന്റെ അവസാനത്തെ നിമിഷം പറയുന്നുണ്ട്. കോടതിയിൽ മുമ്പ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുമ്പ് പ്രസിഡന്റ് ആകുമ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോ ആളുകൾ ഇങ്ങനെ എണീച്ചിട്ട് കൈ ഇങ്ങനെ അടിക്കുന്നൊക്കെ പറയാം. അത്രയൊക്കെ ആവേശമാണ് ആളുകൾക്ക്. മനുഷ്യൻ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യം. ആൾക്കാർ പ്രഷർ ചെയ്തിട്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കേണ്ടതാണ്. അത് ഗവൺമെന്റ് ആദ്യം പുറത്തിറക്കിയ ഒരു പ്ലാനും ഇല്ലേ. പക്ഷേ ലോകം മൊത്തം പ്രഷർ, ഇത്രയൊരു ഫിലോസഫറെ ഇങ്ങനെ ജയിലിൽ അടക്കാൻ എന്ത് ചെയ്തു, ബഗോവിച്ചിനെ പുറത്തിറക്കേണ്ട പ്രഷറാണ്. അങ്ങനെ ബഗോവിച്ച് പുറത്തിറങ്ങി. അപ്പോഴാണ് ഈ സാധനം സംഭവിക്കുന്നത്. യൂഗോസ്ലോവിയ ഇല്ലാണ്ടാകുന്നത്, ഓരോരുത്തർ പിരിഞ്ഞു വന്ന്. അപ്പം ബഗോവിച്ച് പറഞ്ഞ് അങ്ങനെ മുസ്ലിങ്ങൾക്ക് ആവശ്യം ഉന്നയിക്കണ്ടിട്ട് ഒരു ടീം വന്നിട്ട് എന്ത് ചെയ്തു, പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇലക്ഷൻ നടത്താൻ. ബഗോവിച്ച് ഈ SDA പാർട്ടിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചപ്പോ ഒരു ബഹുജന പ്രക്ഷോഭം മുന്നേറ്റ പരിപാടിയായിരുന്നു. അതായത് മുസ്ലിങ്ങൾ മാത്രമല്ല, ആശയം അത് സെർബ്സ് കൂടെ നിൽക്കുന്നുണ്ട്, ക്രൊയേഷ്യ കൂടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഇലക്ഷനിൽ, അതായത് ബോസ്നിയ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചുള്ള ഫസ്റ്റ് ഇലക്ഷനിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ജയിക്കുന്നത്. ഒരു മുസ്ലിങ്ങളെ വോട്ട് മാത്രമല്ല, മറിച്ച് എല്ലാവർക്കും അംഗീകരിച്ചിരുന്നു ബഗോവിച്ചിനെ ഒരു ലീഡറായിട്ട്. അങ്ങനെ ബഗോവിച്ചാണ്, അതായത് ജയിലിൽ കിടന്ന ബഗോവിച്ചാണ് തൊട്ട് ഏകദേശം ഒരു വർഷ ഗ്യാപ്പ് തന്നെ എന്ത് ചെയ്തത്, ബോസ്നിയന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അതിന്റെ മുമ്പേ ഇപ്പോ ഫെബ്രുവരി 1992 ഇലക്ഷൻ നടത്തുന്നത്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അങ്ങനെ വായിച്ചപ്പോ ഇപ്പൊ ഈ പുസ്തകത്തിലുണ്ട്, ഈ എന്താണ് കണ്ണീരുടങ്ങാത്ത ബോസ്നിയയില്
1990 എന്ന് പറയുന്ന വർഷം ബോസ്നിയ ചരിത്രത്തിൽ ഭയങ്കര സുപ്രധാനമായിട്ടുള്ള വർഷം. അതായത് എല്ലാ സെൻസിലും ബോസ്നിയ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ഇൻഡസ്ട്രിയലി ഏറ്റവും വലിയ ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ള സെൻസിലേക്ക് എക്കണോമിക്കലി ബൂം സംഭവിക്കുന്ന ഒരു വർഷം. അതായത് $50 കോടി ആ വർഷം ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ അവർക്ക് മിച്ചം വരുന്നു, ലാഭം കിട്ടുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, $50 കോടി എല്ലാ ട്രേഡും നടത്തിയതിന്റെ ശേഷം ആ രാജ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ലഭിക്കുക. എത്രത്തോളം വെച്ചാല് അവിടെ എന്താ ഫേമസ് പറഞ്ഞ ഒരു കമ്പനി, അവിടുത്തെ ഓട്ടോമൊബൈൽ, ബോസ്നിയന്റെ ഏറ്റവും പവർ എന്ന് പറയുന്നത് ഓട്ടോമൊബൈലാണ്. ഓട്ടോമൊബൈൽ പ്ലസ് വെപ്പൺ, ഷെല്ല്, ഇങ്ങനത്തെ ഓരോ ഫാക്ടറികൾ ഉണ്ടാവല്ലോ, ഇത് ഉണ്ടാക്കരുതെന്ന് പണി. എത്രത്തോളം വെച്ചാല് ഇപ്പൊ ബോസ്നിയയില് ഇപ്പൊ പഠനം കഴിഞ്ഞ ആളുകൾക്ക് എത്രയും ജോലി കിട്ടുന്ന അവസ്ഥ. അതായത് കമ്പനികളെ ആളുകളെ പഠിച്ചിറങ്ങാൻ വേണ്ടി കൊത്തിക്കൊണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ തൊഴിൽ, ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ, ഫേമസ് ആ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില് സന്ദർശിക്കുന്നുണ്ട്. ആ ഫാക്ടറി അവിടെ അല്ല, അവിടെ ഇങ്ങനെ ഒരു സാധാ ഷെഡും പരിപാടിയൊക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെ തകർത്താവും. ഈ കഥ പറയുമ്പോ അതിലെ ഫാക്ടറികളിൽ ഒളിച്ചിരിക്കുന്ന കഥകളായി കുറെ ഫാക്ടറികൾ എല്ലാം ഫാക്ടറി. അപ്പൊ എല്ലാം എന്താ കുറെ ഇൻഡസ്ട്രിയൽ ഏരിയാസും അതോടൊപ്പം അത്രയും ഭംഗി ഉള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് അറിയുന്നുണ്ട് കൺട്രി, അതായത് ആ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഭയങ്കര സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒരു ജോഗ്രഫി അങ്ങനെ ഒരു സൈഡിൽ കുറെ ഒരു തായ്വാരം സ്വഭാവം, കുറെ സ്വഭാവം. ഇത് പറഞ്ഞെന്താ കാരണം, അതായത് അത്രയും രാജ്യം ഇങ്ങനെ വളരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോ ഇനി എന്താ അത് ആരാ വളർത്തുന്നത്? ബെഗോവിച്ച് ആരാ? മുസ്ലിം, വെറും മുസ്ലിം അല്ല, മുസ്ലിമാണ്. മൂപ്പര് പറഞ്ഞു വെക്കുന്ന സാധനം വെറുതെ എന്തോ ഒരു ഇസ്ലാമിനെ കുറിച്ചല്ല പറഞ്ഞു വെക്കുന്നത്. ഇവരെന്തോ ഒരു വലിയ ഐഡിയയുമായിട്ടാണ് വരുന്നത്. ആ ഐഡിയയില് മൊത്തം രാജ്യത്തിന്റെ സപ്പോർട്ട് ഉണ്ട്, ആ രാജ്യത്തിൽ എല്ലാവരും മൂപ്പരെ പിന്തുണക്കുന്നുണ്ട്. ഇതാർക്കും സ്വാഭാവികമായിട്ടും പറ്റൂല. സ്വാഭാവികമായിട്ട് ആലോചിക്കല്ല, കാരണം അത് യൂറോപ്പിലാണ് ഇത് നടക്കുന്നത്. തുർക്കിയോ അല്ലെങ്കിൽ വേറെന്തോ പുറത്തുള്ള ഈസ്റ്റേൺ ഏഷ്യയിലോ ഒന്നല്ല സംഭവിക്കുന്നത്, നടക്കുന്ന യൂറോപ്പിന്റെ നടുമുറ്റത്താണ്. അപ്പൊ ഇങ്ങനെ ഒരു രാജ്യം, ക്ഷേമരാഷ്ട്രം വന്നു കഴിഞ്ഞാല് യൂറോപ്പ് അത്രയും കാലമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ലാമോഫോബിയ, ഹെയ്റ്റ് എല്ലാം അവിടെ തകർന്നടിയാൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഈ യുദ്ധത്തിന്റെ ഒരു ആഴം എവിടെയാണ് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ. എവിടുന്നാണ് ഹെയ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? അവിടുന്നാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതായത് മതപരമായിട്ട് ഈ മൊത്തം വിഷയത്തെ മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആണ്. ഇതെന്താ അറിയോ, ഞാനിങ്ങനെ ഹെയ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, ഈ ഹെയ്റ്റ് എവിടെ നിന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ ഈ ബോസ്നിയത്തെ എല്ലാ കൂട്ടങ്ങളെയും കഴിഞ്ഞ് മസാക്കറൊക്കെ കഴിഞ്ഞതിന് ശേഷം മ്ലാഡിച്ചില്ലേ, കമാൻഡർ ചീഫ്, അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം. ആ ചീഫ് പറയുന്ന ഒരു സാധനമുണ്ട്, ഇപ്പൊ ഞങ്ങളിതാ തുർക്കികൾക്കെതിരെ റിവെഞ്ച് എടുത്തിരിക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ റിവെഞ്ച് എടുത്തിരിക്കുന്നു, ഞങ്ങൾ പണ്ട് മുതൽ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ. അതായത് മൂപ്പര് പച്ചക്ക് വെറുതെ അങ്ങനെ ഒറ്റക്ക് മീറ്റിംഗിൽ പറയാൻ, ക്യാമറന്റെ മുമ്പില് ലോകം മൊത്തം കാണുന്ന ക്യാമറന്റെ മുമ്പില് UN എല്ലാം ഉള്ള ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് പറയാണ് ഞങ്ങളിതാ റിവെഞ്ച് എടുത്തിരിക്കുന്നു, 8000 ആളുകളെ കൊന്നിട്ടാ പറയുന്നത്, മുസ്ലിങ്ങൾക്കെതിരെ റിവെഞ്ച് എടുത്തിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? അതായത് ഈ വാറ് തുടങ്ങുന്ന എന്ത് ബേസിസിലാ? സെർബിയ പറഞ്ഞു ബോസ്നിയ വേറെ രാജ്യമായിട്ട് നിൽക്കുകയാണ്, അപ്പൊ അത് പറ്റൂല, യൂഗോസ്ലാവിയ എന്നുള്ള ഫെഡറേഷനിൽ നിങ്ങൾ നിലനിൽക്കണം. അപ്പൊ യൂഗോസ്ലാവിയ എന്നുള്ള ഒറ്റ ഫെഡറേഷൻ നിലനിൽക്കണം എന്ന പേരിലാണ് സെർബിയ യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബോസ്നിയ യൂഗോസ്ലാവിയന്റെ ഉള്ളിലാണല്ലോ വരുന്നത്. അപ്പൊ ബോസ്നിയ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ കൺട്രി, ആ രാജ്യത്തിന്റെ റിസോഴ്സ് ആരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, സെർബിയക്കും പ്രധാനമാണ്. പക്ഷെ വാറ് തുടങ്ങി ഫസ്റ്റ് സ്പോട്ടില് ഇവര് ശല്യാക്രമണം നടത്തുന്നത് ഫാക്ടറികൾക്ക്. ഇതിന്റെ മുമ്പ് അതുപോലെ തന്നെ ഈ UN അന്ന് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, എന്ന് വെച്ചാല് ഈ ഓരോ രാജ്യം അന്ന് ഇങ്ങനെ സ്വാതന്ത്ര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഇന്ത്യയിലൊക്കെ അന്ന് റെഫറൻഡം നടക്കുന്നുണ്ട്, ഹൈദരാബാദ് അതുപോലത്തെ കാശ്മീർ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് നടക്കുക ചെയ്തത്. അതേ സമയം ഇത് ഇവിടെ ബോസ്നിയയിൽ നടക്കുന്നുണ്ട് റെഫറൻഡം. അതില് നമ്മൾ പറയുന്നത് അത് ജനഹിതം, അതായത് രാജ്യം സ്വയം രാജ്യമാവണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള വേണ്ടെന്ന് തീരുമാനിക്കാൻ. അപ്പൊ അങ്ങനെ 99% ആൾക്കാരെന്താണ് സ്വയം രാജ്യമാവണം, ബോസ്നിയ സെപ്പറേറ്റ്. അന്ന് ആ റഫറൻഡത്തിന് സെർബിയുടെ ഏകദേശം 10-30% ഉണ്ടല്ലോ, അവരൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. അതില് അതിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു ഡോക്യുമെന്ററി ഉണ്ട് അൽ ജസീറന്റെ, അതില് ഇതിനെ കുറിച്ച് പറയാണ്, സബ്രനിക്ക പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ഇതിന്റെ ഒരു രാജ്യം ബോസ്നിയ എന്നുള്ള രാജ്യം, അതായത് ആലോചിച്ച് നോക്കുക, 3 എത്നിക് ഗ്രൂപ്പുകൾ ഒരുമിച്ചാ ജീവിക്കുന്നു. ഇപ്പൊ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്ന പോലെ ഒരു മുസ്ലിം കോളനി,
ഒരു ഹിന്ദു കോളനി ഇങ്ങനൊന്നല്ല. ശരിക്കും നമ്മളെ നമ്മള് കേരളത്തിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര വീരവാദം മുമ്പില് വള്ളി പിന്നില് അമ്പലം. അതേപോലെ അത് ഒരു സൈഡില് ചർച്ച്, ഒരു സൈഡില് പള്ളി, ഇങ്ങനെ ജീവിച്ച മനുഷ്യന്മാര്. ഇവിടെ ഒരു മുസ്ലിം ആണെങ്കിൽ ഇവിടെ ഒരു ക്രിസ്ത്യാനി, അപ്പുറത്തൊരു മുസ്ലിം, അപ്പുറത്തൊരു ക്രിസ്ത്യാനി. അവിടെ തന്നെ ഇവരെ വൈവാഹിക ബന്ധങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ഭയങ്കര മിശ്ര വിവാഹം. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം അത്രക്ക് പ്രാക്ടീസിങ് അല്ലാത്തതുകൊണ്ട് ആളുകൾ സെർബ്സ് ക്രോഡ്സിനെ കല്യാണം കഴിക്കും, ക്രോഡ്സ് ബോസ്നിയാക്സിനെ കല്യാണം കഴിക്കും, തമ്മിൽ അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു പ്രശ്നമില്ല. അത് സോഷ്യൽ ഫാബ്രിക് അത്രയും ഈടെ ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ നിൽക്കുന്ന ഒരു സൊസൈറ്റിക്കാണ് ഈ ഹെയ്റ്റ് വരുന്നത്. ഈ ഹെയ്റ്റ് വന്നോട് കൂടിയിട്ട് ഇത്രയും ചങ്കും കൽബും എന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ് പെട്ടെന്ന് മാറുന്നത്. ഇതിങ്ങനെ രസത്തിൽ പറയുന്നുണ്ട്. അതായത് എന്താ, പെട്ടെന്ന് ഇവരൊക്കെ വർക്കേഴ്സാണ്. ബോസ്നിയയിലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കുറെ വർക്കേഴ്സാണ്. അവിടുത്തെ ആളുകളൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ ആരൊക്കെ ഉണ്ടാവും? ബോസ്നിയാക്സ് ഉണ്ടാവും, റോഡ്സ് ഉണ്ടാവും, സെർബ്സ് ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് മേറ്റ്സും അയൽവാസികളാണ്, എല്ലാവരും ഒരുമിച്ചുള്ളവരാണ്. ഇവരിങ്ങനെ ഈ ഒരു കുറെ കാലമായിട്ട് യുദ്ധം നടക്കുന്നുണ്ടല്ലോ. മാർഷൽ ടിറ്റോ മരിച്ചതിന് ശേഷം 10-11 കൊല്ലമായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ യുദ്ധം നടക്കുന്നുണ്ട്. ബോസ്നിയ സ്വന്തം രാജ്യമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് റഫറൻഡം തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ആ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനെ വരും. ആളുകൾ വന്നിട്ട് ഈ സെർബുകളെ മാത്രം മീറ്റ് ചെയ്യും. ഇവർക്ക് എന്താന്ന് മനസ്സിലാവില്ല, എന്തോ ഒരു ഗൂഢാലോചന പോലെ ഒരു സെൻസിന് എന്തോ പരിപാടി. അപ്പൊ എന്താണ്, അപ്പോ ഇവർ ചോദിക്കുമ്പോൾ പറയും, അത് ഞങ്ങള് റഫറൻഡത്തെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ മീറ്റിംഗ് കൂടുകയാണെന്നൊക്കെ പറയും. അപ്പൊ ആളുകൾക്ക് ഓക്കെ മനസ്സിലാവും റഫറൻഡത്തെ അവർ ബോയ്ക്കോട്ട് ചെയ്യുന്നത്. കാരണം അന്ന് ബോസ്നിയൻ സെർബ്സ് ഉണ്ട്. ബോസ്നിയൻ സെർബ്സ് പറഞ്ഞാല് അവിടെ ബോസ്നിയയിലുള്ള സെർബുകളുടെ ഒരു കൂട്ടായ്മ. അപ്പോ അതിന്റെ നേതാവ് ബെഗോവിച്ചിനോട് റഫറൻഡം തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് യുദ്ധം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ബെഗോവിച്ചിനോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റഫറൻഡത്തിന് വേണ്ടിയിട്ട് പണിയെടുത്ത് തുടങ്ങുമ്പോ തന്നെ അവിടുത്തെ ഗൂഢാലോചനകൾ ഇങ്ങനെ തുടങ്ങുന്നു. ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ നമ്മളെ അയൽവാസികളാണ്, പക്ഷെ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു കോട്ട് ഇങ്ങനെ അതിൽ സർവൈവ് ചെയ്തൊരു പെണ്ണ് പറയുന്നത്, യു ഹാവ് പീപ്പിൾ ഹു പ്രിറ്റൻഡ് ദാറ്റ് ദേ ആർ നൈസ്. നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നൂല, ദേ ഗ്രീറ്റ് യു. കാണുമ്പോൾ ഭയങ്കര ഹാർഡും കോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടാവും, ദേ ആർ ഗുഡ്, എല്ലാം നോർമൽ ആയിരിക്കും. ആൻഡ് ഓൾ ഓഫ് എ സഡൻ യു സീ ദാറ്റ് ദേ ആർ പാർട്ട് ഓഫ് ദി സെലിബ്രേഷൻ ആൻഡ് ദാറ്റ്സ് ടെറിഫൈങ്. ഇതൊക്കെ നടക്കുമ്പോൾ വളരെ കൂളായിട്ട് ഇതിനെ ആഘോഷിക്കാനോ അങ്ങനെയൊക്കെയുള്ള ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളായിട്ട് ഈ ആളുകൾ പെട്ടെന്ന് മാറും. അയൽവാസി ആയിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ ഒരു മൊമെന്റ് വരുമ്പോൾ ഇവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അങ്ങനെ ഈ മുഹമ്മദ് അഖ്ലാഖ് ഉണ്ടല്ലോ, നമ്മള് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആദ്യമായിട്ട് ഈ ആൾക്കൂട്ട കൊല കുറച്ച് വർഷം 2015 അതായത് അതിന് മുമ്പാണല്ലോ BJP ഗവൺമെന്റ് വന്നിട്ടുള്ള ഫസ്റ്റ് നമ്മൾ ഭയങ്കര ആ ടൈമില് മുഹമ്മദ് അഖ്ലാഖ്. അതില് മുഹമ്മദ് അഖ്ലാഖിനെ ആദ്യം അടിച്ചത് മുഹമ്മദ് അഖ്ലാഖിനെ അയൽവാസിയാന്ന് പറയുന്നുണ്ട്. അത്രയും കാലം അയൽവാസി. അതിൽ തന്നെ ഗുജറാത്തില് 2002 പീഡിക്കപ്പെട്ട് മക്കളൊക്കെ അടിച്ചു. ഏകദേശം 14 ആൾക്കാരെ ബിൽക്കിസ് ബാനുവിന്റെ കുടുംബക്കാരെ അടിച്ചു വന്നിട്ടുണ്ട് ബിൽക്കിസ് ബാനു മുമ്പ്. ഗുജറാത്ത് കലാപത്തിലല്ലേ? ഗുജറാത്ത് 2002. അപ്പൊ അതിൽ പറയുന്ന വെച്ചാല് അത്രയും കാലം ബിൽക്കിസ് ബാനുവിന് സംരക്ഷണം നൽകി, അതായത് അയൽവാസികളായിട്ടുള്ള 20 വയസ്സാണ് സംരക്ഷണം നൽകിയ ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യാണ് ബിൽക്കിസ് ബാനുവിന്റെ പീഡകരായിട്ട് മാറാറ്. അതേ ഗുജറാത്ത് വംശജ തന്നെ ബിൽക്കിസ് ബാനുവിന്റെ കുറച്ച് കുടുംബക്കാർ അപ്പുറത്തൊരു വീട്ടിൽ എന്ത് ചെയ്ത് കയറി ചെന്ന്, ഒരു വളരെ ബന്ധമുള്ളൊരു വീട്, ഒരു ഹിന്ദു വീടാണ്. അവിടെ ചെന്നപ്പം ഇവർക്ക് ഫുഡ് കൊടുത്തത് ഈ മരിച്ച ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡാ. ഈ മുസ്ലിങ്ങൾ വെച്ചിട്ട് എന്തിനാ അങ്ങക്ക് അന്ന് കഴിക്ക്, എന്തായാലും മരിക്കാൻ പോകുന്ന. അതായത് അത്രയും പരിചയക്കാരാണ് ഇതാന്ന് വിചാരിച്ച ആൾക്കാർ പെട്ടെന്നൊരു മൊമെന്റിൽ എന്തായി തീരുകയാണ്, നമ്മളെ പീഡകരായി തീരുകയാണ്, നമ്മളെ കൊലയാളികളായിട്ട് തീരുകയാണ്, നമ്മളെ മക്കളെ പീഡിപ്പിക്കുന്ന ആളായിട്ട് മാറും. നമ്മളൊരു പെട്ടെന്താന്ന് തോന്നുന്നു. പക്ഷെ സ്റ്റേജസ് ഓഫ് ജനസൈഡ് ഇത് പൊതുവേ ഉള്ള എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്. ജനസൈഡിന് ഇന്ന സ്റ്റേജുകൾ ഉണ്ട് എന്ന് പറയും. ഒരു 10 സ്റ്റേജുകൾ എണ്ണി പറയലുണ്ട് സാധാരണ. അതായത് ആദ്യം നമ്മളിത് പെട്ടെന്ന് ഒരാൾ അങ്ങോട്ട് മാറലല്ല, ആദ്യം ഇത് ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ടാവും, ഡീഹ്യൂമനൈസേഷൻ നടന്നിട്ടുണ്ടാവും. അതിന്റെ മുമ്പ് കുറെ പ്രോസസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടാവും, സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടാവും. ഇവിടെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ധ്രുവീകരണം നടന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഡീഹ്യൂമനൈസേഷൻ, അത് കുറച്ച് മുമ്പോട്ടുള്ള പ്രോസസ്. അതായത് മനുഷ്യനായിട്ട് പരിഗണിക്കാതൊക്കെ, ഉള്ളില് മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇസ്രായേൽ അങ്ങനെയുള്ള പറയുന്നുണ്ട്. ഇസ്രായേൽ പലസ്തീൻ മൃഗങ്ങളായിട്ടാണോ നെതന്യാഹു പച്ചക്ക് പറഞ്ഞാണല്ലോ മൃഗങ്ങളാണ് കൊല്ലണം. അതായത് ഡീഹ്യൂമനൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ഭീകരമായിട്ടുള്ള പ്രോസസ്സിലേക്ക് നടക്കുക. പിന്നെ ഓർഗനൈസേഷൻ. അത് ആലോചിച്ച് നോക്കി, എല്ലാരും ഉള്ളിൽ ഒരു വെറുപ്പ് കയറി കഴിഞ്ഞു. ഇപ്പൊ നാസി സംഭവം എങ്ങനെ വർക്ക് ചെയ്തത്? എല്ലാരും മുമ്പിൽ ഡിസ്ഇൻഫോർമേഷനും
ഹെയ്റ്റും കയറി കഴിഞ്ഞു. പിന്നെ അത് ഓർഗനൈസ് ചെയ്യും. പിന്നെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അല്ലാത്തൊരു ഹെയ്റ്റ് ഭയങ്കര ഒരു ഫോഴ്സ് ആയിട്ട് മാറും. പിന്നെ ഓർഗനൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ വലിയൊരു മൂവ്മെന്റിലേക്ക് മാറും. അത് പിന്നെ അടുത്ത പ്രോസസ്സ് എന്താ? അറ്റാക്കിങ്. ഓർഗനൈസേഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വരൂപിക്കൽ, പിന്നെ അറ്റാക്കിങ് ഇല്ല. അറ്റാക്കിങ് കഴിഞ്ഞ് ആ ജനസൈഡ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു പ്രോസസ്സ് പറയുന്നത് ഡിനയൽ. അതായത് ഇത് നടന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇസ്രായേലിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ജനസൈഡുകളൊക്കെ എടുത്തു നോക്കിയാൽ ഇതൊക്കെ നടന്നു കഴിഞ്ഞു, അവസാനം എല്ലാം കഴിഞ്ഞാൽ ഡിനയലും കൂടി ഉണ്ടാവും. ഇതിന്റെ ഒരു പ്രോസസ്സാണ്. എല്ലാ ജനസൈഡുകൾക്കും ഒരു പാറ്റേൺ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ എല്ലാ ജനസൈഡിലും ഈ പാറ്റേൺ ഉണ്ട്. ഇപ്പൊ ഇവിടെ അതാ നടക്കുന്നത്. ഇപ്പൊ ഈ ഫാമോസന്റെ കഥ പറയുന്നുണ്ട്. ഫാമോസ ഒരു കമ്പനി 25,000 കാർസ് ഒരു കൊല്ലം യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്ന കമ്പനിയായിരുന്നു. അപ്പൊ ഈ കമ്പനിയിലാണ് ഈ മഹർ ഓമർ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ കഥ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഡോക്യുമെന്ററി. അപ്പോ ഈ നേരത്തെ പറഞ്ഞല്ലോ സെർബുകൾ ഓരോരുത്തരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊരു ദിവസം പെട്ടെന്ന് രാവിലെ ജോലിക്ക് സെർബുകൾ ആരും വരുന്നില്ല. അന്ന് ജോലിയിൽ ആരുമില്ല. അപ്പൊ നാട്ടിൽ നോക്കുമ്പോൾ സെർബുകളൊക്കെ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോയിട്ടുണ്ട്. അന്ന് അവരാ യാഥാർത്ഥ്യം അറിഞ്ഞോട് കൂടിയിട്ട് എവിടുന്നൊക്കെ ഇത് വരികയാണ്, മിസൈലുകൾ വരികയാണ്. അപ്പൊ ഇത് നടക്കുന്ന എന്താ സരയാവോ അതായത് ബോസ്നിയന്റെ ക്യാപിറ്റലാണ്. ബോസ്നിയന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഒരു വാലിയിലാണ് നിൽക്കുന്നത്, ചുറ്റും മലനിരകളാണ്. അപ്പൊ ഇവര് നോക്കുമ്പോ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുന്നതിന്റെ മുമ്പ് ബോംബുകൾ വർഷിക്കാൻ തുടങ്ങാം. ആലോചിച്ച് നോക്കുക പിന്നെ അതിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? എവിടെ നിൽക്കാൻ കഴിയില്ല. ഈ മല മുകളിലൊക്കെ സ്നൈപ്പേഴ്സാണ്. പിന്നെ എവിടേക്ക് ഇറങ്ങിയാലും ആളുകൾ വെടിവെച്ചിടും. അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയൊക്കെയാണ് പിന്നെ 1992 മുതൽ 95 അതാണ് നമ്മൾ ഫുള്ള് ഇതിന്റെ ഒരു ജനസൈഡിന്റെ കുറെ ആക്രമണങ്ങൾക്ക് സരേവോ തന്നെ കുറെ ആക്രമണങ്ങൾക്ക് വിധേയമായിരുന്നു. അതായത് ഒന്ന് ഈ വേൾഡ് വാർ ഫസ്റ്റില് അതിന്റെ തുടങ്ങുന്ന തന്നെ ഈ സരേവോയിൽ വെച്ചിട്ടാണ്. മറ്റേ ഫ്രാൻസ് ഫെർഡിനൻഡ് മറ്റേ ആർക്കിഡ്യൂക്കിനെ കൊല്ലുന്ന ഓസ്ട്രിയ ഹംഗേറിയൻ ആർച്ച്ഡ്യൂക്ക് ഉണ്ട്. അപ്പോൾ ഈ ഫ്രാൻസ് ഫെർഡിനൻഡും വൈഫും ഉണ്ട്, പ്രഗ്നന്റ് ആയിട്ട് വൈഫും. ഇവരെ സെർബ് ദേശീയവാദി കൊല്ലുന്നത് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. വേൾഡ് വാർ 1 അങ്ങനെ ഇതിലേറ്റവും തുടങ്ങുന്ന സെർബ് വംശകനാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ ബോസ്നിയാക്കളാണ്. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന ഇവരാണ്, ബോസ്നിയൻ മുസ്ലിംസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ ആക്രമണങ്ങൾക്കൊക്കെ അവിടെ സരയാവയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, വൃബാനിക്ക തന്നെ ആയിരിക്കും പ്രൊണൗൺസിയേഷൻ. ഇംഗ്ലീഷില് VRBNA എന്ന് പറഞ്ഞ വൃബാനിക്ക എന്നായത് ബ്രിഡ്ജ്. അപ്പൊ അതിനെ ബോസ്നിയക്കാർ വിളിക്കുന്ന പേര് സുവാദ ഓൾഗ ബ്രിഡ്ജ് എന്നാണ്. സുവാദയും ഓൾഗയും 2 സ്ത്രീകളാണ്, മുസ്ലിം സ്ത്രീകളാണ്. അവര് ഇത് നടക്കുക, അതായത് മിസൈലുകൾ വരികയാണ്, ഷെല്ലുകൾ വന്ന് വീടുകളെ ആക്രമിക്കുകയാണ്, പുറത്തിറങ്ങുന്നവരൊക്കെ വെടിവെച്ചിടുകയാണ്. എവിടുന്ന വെടി വരുന്നത് പോലും ഇവർക്ക് തിരിയുന്നില്ല. അത്രയും ഭീകര അന്തരീക്ഷം. ഇവരെ അതിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇപ്പൊ വൃബാനിക്ക എന്ന് പറഞ്ഞാല് സരിയാവന്റെ ഒരു അതായത് സരിയാവ് കടന്നു പോകുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പൊ ആ ബ്രിഡ്ജിന്റെ അവിടുന്ന് ഇവരെ 2 പേരെയും വെടിവെച്ചിടുക. അപ്പൊ അതുകൊണ്ട് ബോസ്നിയക്കാർ ഇന്നും സുവാദ ഓൾഗ എന്നുള്ള ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൽ പിന്നെയും കഥകളുണ്ട്. ഇപ്പൊ ഒരു അഡ്മിറ പിന്നെന്താണ് ബോസ്കോ, 2 ലവേഴ്സാണ്. അപ്പോ ഈ യുദ്ധം തുടങ്ങിയത് യുദ്ധമല്ല, ശരിക്ക് വംശഹത്യ തുടങ്ങിയപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ 2 കാമുകന്മാരാ, ഇവരവിടുന്ന് ഓടി രക്ഷപ്പെടുക. അപ്പൊ അവരെയും ഈ വൃബാനിക്ക ബ്രിഡ്ജിന്ന് അവരെ വെടിവെച്ചിട്ടോടുത്ത് നിൽക്കുന്നില്ല. ആളുകൾ ഈ മയ്യത്തെടുക്കാൻ പേടിക്കുകയാണ്. കാരണം ആര് പുറത്ത് ലൈംലൈറ്റിക്ക് വന്നോ അവരൊക്കെ വെടിവെച്ചിടുക. സിവിലിയനാണോ വേണ്ട, മിലിറ്റൻസ് ആണോ എന്ത് നോക്കണ്ട, ഒന്നും നോക്കണ്ട, വെടിവെച്ചിടുക. അങ്ങനെ ഒരാഴ്ച 7 ദിവസം ആ 2 ആളുകൾ അവര് മരിക്കാൻ കിടക്കുമ്പോ അവർക്ക് വെടിയുണ്ട്, മരിക്കുമ്പോ ചോര വാർന്ന് മരിക്കുമ്പോ അവര് കെട്ടിപ്പിടിച്ചിട്ടാ മരിക്കുന്നത്. 7 ദിവസം ആ 2 മയ്യത്തുകൾ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആ പാലത്തിൽ കിടക്കുക. 8ാമത്തെ ദിവസം സെർബിയക്കാര് ആ ബോസ്നിയൻ സെർബിയൻ പട്ടാളക്കാരെ പിടിച്ച, പട്ടാളക്കാരല്ല അവിടുത്തെ മിലിറ്റൻസ്, ആ ഒരു ഭീകരരെ പിടിച്ച ഇങ്ങനെ പിടിച്ച ആളുകളുണ്ടാവും ബോസ്നിയൻസ്. ഓരെ വെച്ചിട്ട് ഈ 8ാമത്തെ ദിവസം ഒരു രാത്രി ഇവരെ കുഴിച്ചു മൂടുമ്പോൾ ഓരോ കയ്യിൽ ഗ്ലോവ്സ് പോലും ഇല്ല, തോക്കിന്റെ മുലയിൽ വെച്ചിട്ട് കുഴിച്ചു മൂടാടാന്ന് പറഞ്ഞിട്ട് ഇവരെ കുഴിച്ചു മൂടുക. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഒരു യുദ്ധ സമയത്ത് കുറെ ആൾക്കാർ കല്യാണം കഴിയുന്ന ഇതുണ്ട്. അപ്പോ ഈ ഒരു സരയോയിലുള്ള ഒരു മിരാണവും ഡാനിയും പറഞ്ഞിട്ട് 2 ദമ്പതികൾ ഓരോ കല്യാണം നടക്കുന്നത് ഈ ഒരു ടൈമിലാണ്. എന്നിട്ട് ഒരു പറയാം, ഇപ്പൊ സാധാരണ
ഈ ഹണിമൂണ് പോവുക, ഇതൊക്കെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധമാണ്. ഈ മധുവിധം എന്ന് പറയുക അത് ഈ ഒരു യുദ്ധമാണ്. ഇത് ഇപ്പൊ ഈ കല്യാണത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ സാധനം പറയുന്നുണ്ട്. അതായത് ഈ കല്യാണം നടക്കുന്നത് ബിൽഡിങ്ങുകളുടെ നേലുകളിലാണ്. അന്ന് ആൾക്കാരെ ജീവിക്കുന്നത് നേലുകളിലാണ്. ഒരാള് ലൈം ലൈറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പോൻ പോയിന്റ് ബ്ലാങ്ക് ഷൂട്ടാണ്. ഇവരുടെ കല്യാണത്തിൽ തന്നെ ഇവരുടെ ഒരു സുഹൃത്തുണ്ട്, ആത്മസുഹൃത്ത് ബാക്കിർ എന്ന് പറഞ്ഞാണ്ട്. ബാക്കിറിന് ജസ്റ്റ് ഇവര് കല്യാണം നടത്തുന്ന തന്നെ ഭയങ്കര രഹസ്യമായിട്ടാണ് നടത്തുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ്, ഒന്ന് പോയിന്റ് ബ്ലാങ്കിലെത്തി ഒരു 10 ദിവസം വർഷങ്ങളായിട്ട് അവരതിനോട് യൂസ്ഡ് ആയി. അങ്ങനെ ബാക്കിറായിട്ട് മരിച്ച വർഷമല്ലേ ഒരു കല്യാണത്തിന്റെ ഇടയിൽ ഒരാൾ മരിക്കുന്നത്. ഇവര് പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ എന്നാണ് ഇവർ ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം ഒന്നല്ല, ഒന്ന് ജീവിക്കാനായാൽ മതി. അപ്പൊ ഈ ആലോചിച്ച് നോക്കുക, ഇതേ സാധനം ഈ ഗസലും നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന വീഡിയോസ് കല്യാണം കഴിഞ്ഞിട്ടുള്ളതും ഇതൊക്കെ ഇതേ സാധനം എല്ലാ സമയത്തും ഇങ്ങനെ ഈ ഒരു ജനസൈഡിന്റെ ഈ കുട്ടികളും ഭയങ്കര രസമാണ്. ഇപ്പം ഇതിലായിട്ട് നോട്ട് മൈ ടേൺ ടു ഡൈ എന്നൊരു പുസ്തകം ഈ വിഷയത്തിൽ എഴുതിയൊരു പുസ്തകമാണ്, ഒരു ഓട്ടോബയോഗ്രഫിയാണ്. അതിൽ ഈ ചെറുപ്പകാലഘട്ടം ഈ ഓദറിന്റെ പേര് സാവോ ഹെൽവിറ്റ് അങ്ങനെ ഒരു പേരാണ്. അപ്പം ചെറുപ്പത്തിലുള്ള സംഭവമാണ്. ഈ 2 കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇവര് ഈ അവിടെ ഇവിടെ ഇപ്പം സെർബിയയും ക്രൊയേഷ്യയും വാറൊക്കെ എന്തിട്ടുണ്ട്, TV കണ്ടിട്ടുണ്ട്. അപ്പം ഇവര് ബോസ്നിയക്കാരാണ്. ഇവര് നോക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഇവിടുന്ന് കുറെ ആൾക്കാർ എന്ത് ചെയ്യാണ്, ബോസ്നിയയിലേക്ക് വരികയാണ് ഓരോ കുറെ സാധനങ്ങൾ എടുത്തിട്ട്. അപ്പൊ ഇവര് സ്ഥിരം കളിക്കുന്ന ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്, ഇവരെ സ്കൂളുണ്ട്. അപ്പൊ അങ്ങനെ റെഫ്യൂജീസ് ഇങ്ങനെ ബോസ്നിയക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ്, ഇവരെ ലൊക്കാലിറ്റിക്ക് വരുന്നതുകൊണ്ട് ഇവരെ സ്കൂൾ കൂട്ടി പോവാണ്. കാരണം കിടക്കാൻ സ്ഥലമില്ല. ഇവരെ പ്ലേ ഗ്രൗണ്ട് അവിടെ വന്ന് കിടക്കുകയാണ്. ഈ കുട്ടികൾക്ക് ഇത് ഭയങ്കര അത്ഭുതം. പക്ഷെ കുട്ടികളെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ പേരൻസിന് എന്താണ്, മാതാപിതാക്കൾ പേടി. കാരണം സ്നേഹിപ്പർ എന്തുണ്ട്, മുകളിലുണ്ട്. എന്നിട്ട് ഈ കുട്ടികളിങ്ങനെ ഓരോന്ന് കാണേണ്ടിയുള്ള കൗതുകം കൊണ്ട് ഇങ്ങനെ ചെന്ന് നോക്കണം. അപ്പം ഇവളിങ്ങനെ ഇടങ്ങാറാണ്. അതായത് ഈ റെഫ്യൂജീസ് തണുപ്പ് കാരണം ചൂട് കിട്ടേണ്ടിയിട്ട് സ്കൂളത്തെ ലൈബ്രറിത്തെ പുസ്തകങ്ങൾ എടുത്ത് കത്തിക്കണം. അപ്പം ഈ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്, എന്തിനാ വെറുതെ പുസ്തകങ്ങൾ എത്തിക്കുന്നത്. പിന്നെ ഈ കുട്ടിക്ക് ഒരു പൂതി, അതായത് ഇവളെ പരിചയത്തിലുള്ള കസിൻസ് നാട്ടിലില്ല, പോലെ വരുമ്പം ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്തുള്ള ഒരു അച്ഛൻ്റെ ജേർണലിസ്റ്റ് ആയിരിക്കും, ആ ക്യാമറ എടുത്തിട്ട് പുറത്തു പോയിട്ട് ഇങ്ങനെ ഒറ്റക്കുള്ള രീതിയിൽ കുറെ ജേർണലിസം ചെയ്യുക. അപ്പം കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇസുദ്ദീൻ അലീഷിന്റെ ഒരു സാധനം പറയുന്നുണ്ട്. അതായത് ഇതിപ്പോ ഒരു നറേഷൻ ആണല്ലോ. ഇസുദ്ദീൻ അലീഷിന്റെ ഭയങ്കര ഒരു ഹിസ്റ്ററിയാണ്. ഒരു ചെറിയ കുട്ടിയാണ്, ഇപ്പൊ വലുതായി. ഇപ്പൊ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് മൂപ്പര് റിപ്പോർട്ടൊക്കെ. മൂപ്പര് ചെറുപ്പത്തില് ഈ സ്രബ്രണിച്ചയിൽ ഒരു ഒളിച്ചിരിക്കുന്ന സമയമുണ്ട്. ഫാക്ടറിയിൽ ഒരു അഭയം തേടി ചെന്ന സമയത്ത് ഇവര് ഫാക്ടറിയിൽ ഒളിച്ചിരിക്കുക, ഫാമിലി ഒന്നടങ്കം ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാള് ഇങ്ങനെ മീഡിയ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഒരുപാട് മീഡിയകൾ കുറച്ച് സോൾജേഴ്സിന് ചുറ്റും ഇങ്ങനെ നിൽക്കുക. ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരു കൗതുകം. കുറച്ച് ദിവസമായാലും ഇവർ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയ ഉണ്ട്, ക്യാമറ ഉണ്ട്, കുറെ സോൾജേഴ്സ് ഉണ്ട്, അതിന്റെ നടുവിൽ ഒരാളുണ്ട്. അപ്പോൾ ക്യാമറ ഒക്കെ കണ്ട് സേഫാന്ന് തോന്നിയപ്പോൾ ഇസുദ്ദീന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെന്ന് ഈ സോൾജേഴ്സിന്റെ അടുത്തേക്ക്, ഈ മെയിൻ ആളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു. അപ്പൊ ഇയാള് കുട്ടിക്ക് ഇങ്ങനെ ക്യാൻഡീസ് കൊടുക്കുന്നുണ്ട്. ഫാൻസിന്റെ പുറത്തുള്ള കുട്ടിക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടി ക്യാമറ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ക്യാൻഡീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇസുദ്ദീൻ ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇയാളെ ഇസുദ്ദീനെ കൂട്ടി പിടിച്ചിട്ട് ചോദിക്കുന്നു, പറയട്ടെ ഈ ക്യാൻഡീസ് കൊടുക്കുന്നുണ്ട്, ഇയാള് സ്നേഹത്തോടു കൂടി കൊടുക്കുന്നു, ഇവൻ സ്വീകരിക്കുന്നു, ഒന്നും പറ്റൂല, നിങ്ങൾക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഫാമിലീസിനൊക്കെ കൂട്ടി പിടിക്കുക ഇയാള്. അങ്ങനെ ഈ ഇസുദ്ദീനെ അറിയുന്നില്ല ഇത് ആരെയും മുട്ടായി കൊടുക്കുന്നത്. മുട്ടായി കൊടുക്കുന്ന ആരാ? റാഡിച്ച കൊടുക്കുന്നത്. റാഡിച്ച് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടക്കുരുതി മൊത്തം നടത്തിയ മനുഷ്യനാ. ഇയാൾ മുട്ടായി മൊത്തം കൊടുക്കുന്നു, എന്നിട്ട് സേഫാണെന്ന് പറയുന്നു. എന്നിട്ട് ഈ ഫാമിലീസിനൊക്കെ കയറ്റി കൊണ്ടുപോകുക. ആരെടുത്തുന്ന UN അടുത്തുനിന്ന് കയറ്റി കൊണ്ടുപോയിട്ട് കൊല്ലുകയാണ്. ഇവന്റെ ഉപ്പ അടക്കം, ഇവന്റെ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകളടക്കം കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ഫസ്റ്റ് ബാച്ചിൽ തന്നെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയേക്കുന്നത്. ഈ മുട്ടായി കൊടുക്കുന്നതിന്റെ രസമുണ്ട്. ഈ മുട്ടായി കൊടുത്തു കഴിഞ്ഞു, ക്യാമറ പോയപ്പോൾ മുട്ടായി മൊത്തം തിരിച്ചു വാങ്ങുന്നുണ്ട്. അങ്ങനത്തെ, അതായത് മൂപ്പരാ മുട്ടായി അടക്കം തിരിച്ചു വാങ്ങുന്ന അവസ്ഥ ക്യാമറയിൽ. ഇതില് ഫസ്റ്റ് ഈ മ്ലാഡിച്ച് ഇവര് നടക്കുന്നത്, ആദ്യം ഇവര് ചെയ്യുന്നത് ഈ ട്രൂത്ത് പുറത്തിലേക്ക് എത്തരുത് എന്നുള്ള. അപ്പൊ ITNന്റെ ഒരു കറസ്പോണ്ടന്റ് ഉണ്ട്, ഈ എന്താ ഒരു ഡോക്യുമെന്റിൽ പോകുന്നുണ്ട് എന്തായാലും എല്ലാ രാജ്യത്തും ഏജൻസികൾ, അതുപോലത്തെ റൂമേഴ്സും ഉണ്ട്. ആ റൂമേഴ്സ് ഉണ്ട്. അപ്പോ റൂമേഴ്സ് എങ്ങനെ പോകുന്നത്? ഇവിടെ കാലങ്ങളായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എത്നിക് വാറാണ് നടക്കുന്നത്, ഇവിടെ നടക്കുന്നത് സിവിൽ വാറാണ്. അങ്ങനെ വലിയ, അതായത് പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം യൂഗോസ്ലാവിയാണ്. അവിടെ ഉള്ള ആളുകൾ തമ്മിൽ എന്തോ ഒരു നടക്കുന്നത്. ഈ സെൻസിലാണ് ആളുകൾ കേൾക്കുന്നത്.
ഇവര് പല ഇത് കേൾക്കുന്നുണ്ട്. വേറെ UN പച്ചക്ക് ആളുകളോട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്താ അറിയോ, അവിടെ പ്രശ്നമില്ല, അവിടെ സമാധാനം, അതായത് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എങ്കിലും ലോകത്തെ വിശ്വസിപ്പിക്കുന്നത് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെയൊന്നും നടക്കണം. യുവനെ ഇതിൽ എന്നുള്ള ഇതിനാ ഈ ഒരു മൊത്തം വംശത്തിൽ യുവനിന് കരുത്തൊരു ഇപ്പം നമ്മള് പറയും ആരാ നടത്തിയ അങ്ങനല്ല, ആരാണ് അനുവദിച്ചെന്ന് പറയും. ഇത് മൊത്തത്തിൽ UN ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ക്യാപിറ്റൽ ബോസ്നിയ ക്യാപിറ്റൽ ഉണ്ടല്ലോ സരേവോ എന്താ സരേവോ അവിടെ സീജ് അടുത്തില്ല ഇവര്, അതായത് കുടുക്കി. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് അതായത് ഇതെന്തല്ല പ്രശ്നമുള്ള സ്ഥലമാണ്, അത് പ്രശ്നമുള്ള സ്ഥലമാണ്, നിങ്ങൾ എന്താ എല്ലാരും കൂടി സബ്രനിക്ക് പോയിക്കോളി, അതാണ് സേഫ് സോൺ, അവിടെയാണ് നിങ്ങൾക്ക് രക്ഷ. ആരാ പറയുന്ന മാതിരി UN ആണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ വാറ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, വാറെന്നല്ല സോറി, വംശഹത്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബോസ്നിയക്കാർക്ക് ആരും ഉറപ്പ് കൊടുക്കുന്നുണ്ട്, UN ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സെർബിയക്കാർ വരുമൊന്നുമില്ല, ഇനി വന്നാൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എയർഫോഴ്സ് ഇറക്കും, നിങ്ങൾക്ക് ആയുധങ്ങൾ തരും, പേടിക്കുന്നുണ്ട്. ബോസ്നിയക്കാരെ ഉറപ്പാണ്. ബോസ്നിയക്കാർക്ക് മാത്രമല്ല എല്ലാരെയും വിശ്വസിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം സെർബ് സൈന്യം ഇങ്ങോട്ട് വരികയാണെങ്കിൽ, അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും UN ഫോഴ്സ് ഇറക്കും എന്നുള്ള ഒരു സംഭവം ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ലോകം മൊത്തം കാണുന്നത് ഇവിടെ അങ്ങനെ വലിയ കാര്യപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നില്ല, പക്ഷെ അപ്പോഴും അവിടെ എന്താ നടക്കുന്നത്, ജനസൈഡാണ്. ഇപ്പോൾ ഒമാസ്കാറിനുള്ള ഒരു ക്യാമ്പ് ഉണ്ട്, ആ ക്യാമ്പിനെ കുറിച്ച് ഈ ITNന്റെ കറസ്പോണ്ടന്റിന് വിവരം കിട്ടുകയാണ്. റൂമേഴ്സ് ഇങ്ങനെ പരക്കാണ്, ആളുകളെ കൂട്ടമായിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് പേടിയാണ്. കാരണം ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പൊക്കെ വായിച്ച് ആളുകൾ മൊത്തം ഒരു ഭീതിതമായ അന്തരീക്ഷം. അതായത് രണ്ടാമത്തെ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം 30-40 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആളുകൾക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് കേട്ടപ്പോ തന്നെ ജേർണലിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര സംഭവമായി. അപ്പൊ ആളുകൾ ഇത് തേടി ഇറങ്ങണം. അപ്പൊ നേരത്തെ പറഞ്ഞ ബ്ലാഡിച്ച് എന്ത് ചെയ്ത് ഒരു ഇന്റർവ്യൂല് ആ ഫൂട്ടേജ് ഇപ്പോഴുണ്ട്, ഇന്റർവ്യൂ പറയാൻ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ നടക്കുന്നില്ല, ഇവിടെ ജനസൈഡ് ഒന്നും നടക്കുന്നില്ല. അപ്പോ എന്താ ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, എന്നാ ഞങ്ങൾ വന്ന് കാണിച്ചേരി, ഇവിടെ നടക്കുന്നില്ല എന്ന് തെളിയിച്ചേരി, ഓക്കെ നിങ്ങൾ വരികയായിരുന്നു. അങ്ങനെ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സിനൊക്കെ കൂട്ടിയിട്ട് ബ്ലാഡിച്ച് ഇവരെ കാണിച്ചു കൊടുക്കുകയാണ്, മൊത്തം സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം, ഓരോ സ്ഥലങ്ങളും. ആളുകൾ അഭയാർത്ഥികളായിട്ട് പലയിടത്തും പോയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇവര് പറയും ഞങ്ങൾ വയാഗ്ര കാണിച്ചു തരട്ടെ, വേണ്ട ഞങ്ങൾക്ക് വയാഗ്ര കാണിട്ടെ, ഞങ്ങൾക്ക് ഒമാസ്ക കാണണം. ഇവര് വാശി പിടിക്കുകയാണ്. അങ്ങനെ ഇവര് പോണിന്റെ ഇടയിൽ ഇവർക്ക് ഭയങ്കര അധികം ഇവര് കുറെ പറയുന്നുണ്ട് അങ്ങനെ ആക്കണം. അതിന്റെ ഇടയിൽ ആംബ്യൂസ് വരെ നടക്കുന്നുണ്ട്. അതായത് ഇവര് പോകുമ്പോ പെട്ടെന്ന് വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെപ്പ്. അപ്പൊ എന്താ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവര് പറഞ്ഞു അത് ആ ഫുഡ്സിന്റെ ഇടയിൽ മുജാഹിദീങ്ങളുണ്ട്, അവര് നമുക്കെതിരെ വെടിവെക്കാണ്. പക്ഷെ കള്ളത്തരാണ്. പക്ഷെ ഇവരൊന്നും ഇല്ല, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒമാസ്ക പോയാൽ മതി. അങ്ങനെ ഒടുക്ക ഒരു ഒമാസ്കയിൽ എത്തല്. ഒമാസ്ക ക്യാമ്പ് പറഞ്ഞാൽ അത്രയും അധികം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആ ക്യാമ്പ്. ചെറിയൊരു ക്യാമ്പാ, ചെറിയൊരു ഷെഡാണ്, നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഷെഡാണ്. അതിന്റെ ഉള്ളില് ആളുകളെ നീച്ച് നിന്നാല് ആ മൊത്തം നിറയും. അങ്ങനെ ആളുകളെ 10-100 ദിവസം അതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട. എന്നിട്ട് അതിലെ ആളുകളെ ഇവര് ക്യാൻറ്റീൻ്റെ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ജേർണലിസ്റ്റുകൾ മൊത്തം. ഒരു ദിവസം ഒരാൾക്ക് ഒരു നേര ഭക്ഷണം, ആ ഭക്ഷണം ഒരു സൂപ്പും ബ്രെഡും ആണുള്ളത്. അവരെ കാണുമ്പോ തന്നെ ഇടങ്ങാറായി പോകും. എല്ലും തോലൊക്കെ ആയിട്ട് അത്രയും വിശന്ന് പട്ടിണി കിടന്ന കുറെ മനുഷ്യന്മാര്. ഈ ന്യൂസിന്റെ തീവ്രത സാധാരണ പറയുന്നുണ്ട്, ഒരു വല്യപ്പനോട് സ്വന്തം പേരക്കുട്ടിന്റെ ലിവർ തിന്നാൻ പറയുന്ന, അതായത് മരിച്ച ശവം ഇങ്ങനെ കൂട്ടിക്കെടുക്കുക, ഗ്രേവ്സ് ഓഫ് മാസസ് എന്ന് പറയാ, അതായത് കൂട്ടിക്കെടുത്ത് മാസ് ഗ്രേവ്സ് ആണ്. എന്നിട്ട് അതില് ബോഡി പാർട്സ് തിന്നാൻ പറയാ. എന്നിട്ട് ആളുകൾ എന്താ വിചാരിക്കുന്ന അറിയാം, അതായത് കുഴി കിടക്കുന്ന മരിക്കാത്ത ആളുകളുണ്ട്, വെടിയുണ്ട കൊണ്ടു കാലിലായിരിക്കും കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടു, എന്നിട്ട് വേറൊരാൾ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വീടും, പിന്നെ വെടി കൊള്ളൂലല്ലോ. അപ്പൊ ഈ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ കുഴി കിടക്കുന്ന ആളുകൾ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടുക. ഇനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതായത് എങ്ങനെങ്കിലും ജീവിതം തീർന്നു കിട്ടിയ അങ്ങനെ ആലോചിച്ച് നോക്കുക. അതായത് ഒരു പെട്ടെന്ന് മൊത്തം സെർബ് പട്ടാളം ഒരു ഗ്രാമത്തെ മൊത്തം പടയുന്നു. അങ്ങനെ അവിടെ അങ്ങനെയല്ല, UN ആദ്യം പറയാണ് ഇവര് വരുന്നൊക്കെ അങ്ങനെയാണ്. അതായത് സെർബ് പട്ടാളം പടയുന്നു, എന്നിട്ട് ഒരു പറയും സമാധാനം. അവിടെ ഉള്ളത് ആരാ? സിവിലിയൻസ് ആണ് മൊത്തം. അവിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിക്കുന്നു. എന്നിട്ട് ആണുങ്ങളോട് ഒരു ഇതിൽ കയറാൻ പറയുന്നു, പെണ്ണുങ്ങളോട് വേറെ ഇതിൽ കയറാൻ പറയും. ആണുങ്ങളെ മൊത്തം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു, പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്യും, കൊല്ലുന്നു. പെണ്ണുങ്ങളെന്താ ചെയ്യുന്നത്? പെണ്ണുങ്ങളെ എല്ലാം റേപ്പ് ചെയ്തില്ലാതാക്കുക. അങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ട 10-50,000 ആളുകളാണ് സബ്രനിക്കല് ഈ ജനസൈവാറ്റിന്റെ എപ്പോഴും 40,000 പക്ഷെങ്കിൽ 20,000-ന്റെ 50,000-ന്റെ ഇടയിൽ എന്നാണ് പറയാ. ഇതൊരു ഡോക്യുമെന്ററി ഉണ്ട്, വുമൺസ് ഇൻ സെബ്രൻസ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇവരെ എന്താണ് അവരുടെ ഇത് പറയുന്നുണ്ട് അനുഭവങ്ങൾ.
അയച്ചാൽ ഒരു പെൺകുട്ടി ഓളെന്ന് വെച്ചാൽ ചെറിയ വലിയ വയസ്സൊന്നുമില്ല, ഇവളെന്താക്കുകയാണ് ഒരു ദിവസം ഇതേപോലെ പിടിച്ചു കൊണ്ടുപോകുന്ന അയൽവാസിയാണ്. അയൽവാസി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുറെ നേരം എന്താണ് അടിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്ത് പിന്നെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരാളല്ല, ഇവര് ഈ 3 പെൺകുട്ടികളാണ്. അപ്പം ഓളെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഈ 2 പെൺകുട്ടികളാണ് പിന്നെയും കൊണ്ടുപോവാണ് രാത്രി. പിന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് പല സർബ് ഭീകരർ എന്താണ് മാറി മാറി റേപ്പ് ചെയ്യാം. അപ്പൊ ഇവരെ ഇപ്പോൾ ആള് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇവരെ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ആളൊക്കെ ആണല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക, റേപ്പ് ചെയ്യപ്പെട്ടു, ആ റേപ്പ് ചെയ്തിട്ട് ഗർഭം ധരിച്ച് കുട്ടി ഉണ്ടായി. ആ കുട്ടിനെ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഉമ്മാന്റെ ഒരു വല്ലാത്ത അവസ്ഥ എന്താ? ഇത് ഒരു ഇതായിട്ട് തന്നെ ഉണ്ട്. ഇൻവിസിബിൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇവരെ വിളിക്കുക. എന്നുവെച്ചാൽ ഒരു ഡോക്യുമെന്ററി വെച്ചാല് ഇവര് ഈ കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളെ ആൾക്കാർ ഇപ്പം സൊസൈറ്റിയിൽ ഭയങ്കര ഇനീക്വാളിറ്റി നേരിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല. അതായത് ലിറ്ററലി തന്തയില്ലാത്ത മക്കളാ ഇവര് എന്താണ് ചിൽഡ്രൻ ഓഫ് ഹേറ്റഡ് എന്ന് വിളിക്കുക വരാം. എന്നുവെച്ചാൽ ശത്രുക്കളെ കുട്ടികളെന്ന്. അപ്പോൾ ഇവരെ കാണുമ്പോൾ എന്താണ് ആൾക്കാർ ഇവർക്കെതിരെ എന്താണ് ആക്രമണം ചെയ്യുക. അതുപോലത്തെ ഇവർക്ക് എന്താണ് സ്വയം എന്താണ് ഇതാക്കാൻ കഴിയില്ല. ആളുകൾക്കിടയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ മിങ്കിളാവാനോ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവരെ ഡോക്യുമെന്റ്സിൽ ഫാദർ എന്നുള്ള ഇതിൽ ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇവരെ എന്താ ഭയങ്കര ഇനീക്വാളിറ്റിയും ഡിസ്ക്രിമിനേഷൻ ആലോചിച്ച് നോക്കുക. എനിക്കിങ്ങനെ ഇമാജിനേഷനിൽ വരിക, ഒരു വെള്ളാരം കണ്ണുള്ള ഒരു സെർബ് വന്നിട്ട് ഒരു ബോസ്നിയാക്ക് പെണ്ണിനെ പീഡിപ്പിച്ച് എന്നിട്ട് അതിലൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിന്റെ കണ്ണ് വെള്ളാരം കണ്ണാണ്. ആ ഉമ്മ ആ കുട്ടിയുടെ ജീവിതം ജീവിക്കുന്നത് വരെ സ്വന്തം കുട്ടിയാണ്, എന്നാലോ ആ കുട്ടിന്റെ കണ്ണ് കാണുന്നോട് കൂടിയിട്ട് ആ ട്രോമയാണ്, ജീവിതകാലം മൊത്തം ട്രോമ. അങ്ങനെ ആലോചിച്ച് നോക്കുക, എത്ര 10,000 സ്റ്റാഫ് വരെ അയിനെന്ന് ഒബള ഈ റേപ്പ് ചെയ്തിട്ട് സബീന എന്ന് പറഞ്ഞിട്ട് സ്ത്രീയാണ് റേപ്പ് ചെയ്തിട്ട് അങ്ങനെ അയിന എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാവുക. അപ്പൊ ഈ കുട്ടീനെ എന്ന് വെച്ചാൽ ഈ ഡോക്ടറെ അറിയുന്നത് ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഈ അബോർഷൻ ഉണ്ടല്ലോ, അബോർഷന്റെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അബോർഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ആ ടൈമിൽ പിന്നെ എന്താണ് ക്യാരി ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് ഇവര് ആഗ്രഹിക്കുന്നത്, ഈ സ്ത്രീ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ എന്താ, ആ പോലീസുകാരന്റെ മുഖം ഇത് വേദന ഇതാകുമ്പോൾ ആ പോലീസുകാരന്റെ മുഖമാണ് വരുന്നത്. ഇത് പറയുന്നുണ്ട് ഒരു ക്രൊയേഷ്യൻ പോലീസുകാരനാണ് റേപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ കുട്ടീനെ എന്താക്കുക പ്രസവിച്ചതിന് ശേഷം ഒഴിവാക്കണം എന്ന് ഇവര് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിന്നെ കുറച്ചുകൂടി ഞാൻ ആലോചിക്കുക, ആ കുട്ടിന്റെ ട്രോമ ആലോചിക്കുക. സ്വന്തം അമ്മയാണ്, കുട്ടിക്ക് ഇതൊന്നും അറിയില്ല, ഈ പീഡനങ്ങളൊന്നും അറിയില്ല. സ്വന്തം ഉമ്മ ആ മകളോട് കാണിക്കുന്ന ഒരു നീതികേടുണ്ട്. എന്തായാലും ഉമ്മാക്കൊരു ഇടങ്ങേറുണ്ടാവുമല്ലോ, അത് ഇതൊന്നും അറിയാത്തൊരു കുട്ടിയാണ് അനുഭവിക്കുന്നത്. ട്രോമ എന്ന് പറയുന്ന സാധനം അടുത്ത ജനറേഷനിലേക്ക് അവർ മാസ് ചെയ്യാൻ. അപ്പൊ ഇത് ഒരു ജനറേഷനിൽ മാത്രം, അല്ലെങ്കിൽ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ ആൾ കൊല്ലപ്പെടുകയാണ്. പക്ഷെ ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ ട്രോമയാണ്. ഇപ്പൊ ഇതിലെന്തോ അബോഷന്റെ ഒരു ചർച്ച ഒക്കെ വരുന്നില്ല. ഈ ഫിക്കിയിലൊക്കെ അബോഷൻ ചെയ്യാൻ പാടില്ല എന്നല്ലേ, അബോഷൻ ചെയ്യാൻ പെർമിഷൻ കൊടുക്കുക, അതായത് മുന്നോട്ട് പോകാൻ പറ്റൂല, അതായത് ഫിക്കി ചർച്ചയൊക്കെ. പക്ഷെ അല്ല, ശരിക്കും എന്താണ് അവിടെ സംഭവിച്ച സബ്രനിക്കൽ? അതായത് നമ്മൾ കുറെ നേരം ഈ ബോസ്നിയ സബ്രനിക്ക വംശഹത്യ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഞാൻ ചിത്രം കണ്ടിന് കഴിഞ്ഞ ആഴ്ച, കുറെ വെള്ളക്കല്ലുകൾ ഇങ്ങനെ ഇതാന്ന് തോന്നുന്നു, മീസാൻ കല്ലാന്ന് തോന്നുന്നല്ലേ. അപ്പൊ അത്രയും മീസാൻ കല്ല് ശരിക്കും, അതായത് സബ്രനിക്കയില് 1995 ജൂലൈ 6 ഫസ്റ്റ് ഇവരെന്താക്കാന്ന് വെച്ചാല് ഈ സെർബ് സൈന്യം സബ്രനിക്ക അറ്റാക്ക് ചെയ്യാം. അന്ന് UN സൈന്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ UN ഇതിലാണ് ഞാൻ വായിച്ചത്. UN ഒരു ടൈം ലൈൻ ഉണ്ട്, ഒഫീഷ്യൽ ടൈം ലൈൻ ഉണ്ട്. അതിലെന്ന് വെച്ചാൽ ജൂലൈ 6 ഈ ഡച്ച് ബറ്റാലിയനാണ് എന്തൊരു ചുമതല സബ്രനിച്ച ആദ്യം സേഫ് സോണായി പ്രഖ്യാപിച്ച് അതിനെ സംരക്ഷിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് ഈ അതായത് മൊത്ത സ്ഥലങ്ങളില് സബ്രനിക്ക എന്ന് പറയുന്നത് മാത്രം ചെറിയൊരു സൈന്യമാണ് ഒരു സോൾജേഴ്സ്. അപ്പൊ പല സ്ഥലങ്ങളിലും അക്രമം നടത്തുന്നതുകൊണ്ട് ആളുകളൊക്കെ എടുക്കാണ് വരുന്നത്, സെബ്രനിച്ചയിലൊക്കെ വരുന്നത്. സെബ്രനീച്ച എന്താ അറിയോ, ചെറിയൊരു സ്ഥലമാണ്, അവിടെ ചെറിയ പോപ്പുലേഷനെ പറ്റുള്ളൂ. അവിടേക്കാണ് ആളുകൾ മൊത്തം ഒപ്പം വരികയാണ് അവിടെ. അങ്ങനെ ജൂലൈ 11 ഇവരെന്താക്കി സെബ്രനീച്ച അപ്പത്തേക്ക് മൊത്തം കീഴടക്കി കഴിയാണ്. അപ്പൊ ഇവര് ആളുകളോട് എന്താണ് പറയുന്നത്, ഓട്ടോച്ചാരി എന്ന് പറഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമുണ്ട്, അവിടേക്ക് ആളുകൾ പലായനം ചെയ്യാൻ. അപ്പൊ പലായനം ചെയ്യുന്നത് തന്നെ എന്താണ്, ഇവരെ ബസ്സുകൾ കയറ്റിയിട്ടും അടിച്ചിട്ടും അങ്ങനെ ആട്ടി ഓടിക്കുകയാണ്. അപ്പത്തേക്ക് എന്താണ് ഇവര് സെബ്രനിച്ച കീഴടക്കുകയാണ്. എന്നിട്ട് മറ്റേ നേരത്തെ പറഞ്ഞില്ല എന്ന് വെച്ചാല് നമ്മളടിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ റിവെഞ്ച് എടുത്തു എന്ന് പറഞ്ഞിട്ട്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾ റിവെഞ്ച് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവര് അവിടുന്ന് സെബ്രനിച്ചയിൽ എത്ര ആളുകൾ, 8,000 ആളുകൾ, അതായത് ഇത്ര 15,000 ആളുകൾ ആലോചിച്ച് നോക്കി. 15,000 20,000 ആളുകളോട് നാട് വിടാൻ പറയാണ്.
ഒരു നാട് വിടുമ്പോൾ എങ്ങനെയാണ് ഒരു ഒഴിച്ചു പാത്തും പോവുക? 15,000 ആളുകൾ ആരെങ്കിലും കാണാതെ വെക്കും നാട് വിടുമ്പോൾ. 15,000 ആളുകൾ പോകുന്നു, അവരെങ്ങനെ വഴിക്കൊക്കെ വെടിവെച്ച് കൊല്ലുന്നു, ബുഡ്സിലാടെ ബുഡ്സിൽ പോയിട്ട് വെടിവെച്ചു, അവിടെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് നടക്കുക? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അറിയോ? ഡെത്ത് മാർച്ച് എന്നാണ് പൊതുവെ ഇതിനെ വിശേഷിപ്പിക്കുക. മാർച്ച് ചെയ്യാൻ അവരോട് കൽപ്പിക്കപ്പെടുന്നു, ഒരു മാർച്ച് ചെയ്യുക. അതെന്തിനാണ്? കൊന്നുകൊണ്ടേയിരിക്കുക. ഡെത്ത് മാർച്ച് എന്നാണ് ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത്. കാരണം മരണത്തിലേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കൊല്ലുക, ബാക്കിൽ നിന്ന് വന്ന് കൊല്ലുക, കുഴിച്ചു മൂടുക, മാസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ കൊലകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും, മാസ് ഗ്രേവ്സ് എങ്ങനെ ഉണ്ടാവുക? അതൊന്ന് ആലോചിച്ച് നോക്കി. ആളുകളെ പോയിന്റ് ബ്ലാങ്കിന് നിർത്തുക, വെടിവെക്കുക, വിഷ്വൽസ് ഉണ്ട്, തെളിവുണ്ട്. നേരെ അതായത് JCB കുഴി ഉണ്ടാക്കുക, ആളുകളെ ഇങ്ങനെ ഇടുക. ഇപ്പൊ ഈ പറഞ്ഞില്ലേ വെള്ള കുഴിമാടങ്ങൾ ഇങ്ങനെ ഇപ്പൊ 30 വർഷത്തിലേറായി. 30 വർഷമാവുന്നു കൂട്ടകര നടന്നിട്ട്. ഇക്കൊല്ലം വരെ അവിടെ കുഴിമാടങ്ങൾ കുഴിച്ചെടുത്തത് അതിന് ആളുകളെ തിരിച്ചറിയും. എന്നിട്ട് അതിന് ശേഷം അവരെ ശരിക്ക് സംസ്കരിക്കും. ശരിക്കും സംസ്കരിച്ചില്ല, ആളുകൾ അട്ടിക്ക് ഇങ്ങനെ കെടുക്കാണ് കുഴിമാടങ്ങളിൽ. ഇപ്പൊ തോമസിക്ക കുഴിമാടം എന്ന് പറഞ്ഞിട്ട് ഒരു മാസ് ഗ്രേവ് ഉണ്ട്. അവിടുന്ന് 2016 എത്രയോ 63 ആളുകളെ. ഇതിപ്പോ നമ്മളിപ്പോ എത്ര നേരം സംസാരിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞു? നമ്മളാകെ പ്രജിഡോറിലുള്ള ഒമാസ്കനെ കുറിച്ച് പറഞ്ഞു, വളരെ സബ്രനീച്ചനെ കുറിച്ച് പറഞ്ഞു. നമ്മളങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിക്കിപീഡിയ എടുത്തിട്ട് നോക്കിയാൽ മതി. ലിസ്റ്റ് ഓഫ് മസാക്കേഴ്സ് കാണാം. മസാക്കേഴ്സ് ലിസ്റ്റ് ഇൻ ബോസ്നിയ എന്ന് വെറുതെ നോക്കിയാൽ മതി. ഞാൻ അന്തം മുട്ടായി 70 കൂട്ടക്കൊലകൾ. ആ ഓരോ കൊലകളിലും അതേപോലെ ഒത്തിരി ആൾക്കാർ. മാത്രമല്ല UN എന്താണ് സെബ്രേൻസ മസാക്കർ അല്ലെങ്കിൽ സെബ്രേൻസ ജനസൈഡ് മാത്രമാണ് ഇതുവരെ അംഗീകരിച്ചിട്ടുള്ളത്. ബാക്കി ഒരുപാട് മസാക്കർ, ഈ പ്ലേഗറോഡ് മസാക്കറും അതുപോലെ തന്നെ ഒരഹാനോ അങ്ങനത്തെ സ്ഥലപ്പേര് വെച്ചിട്ട് കുറെ മസാക്കർ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ മസാക്കർ ഇതുവരെ ആരും എന്താണ് പറഞ്ഞു വെക്കുകയും അതിനെ പറ്റി സംസാരിക്കുകയും ഇതുവരെ ചെയ്യുന്നില്ല. നമ്മളൊരു കാര്യം നോക്കിയാല് ഈ പറഞ്ഞ എല്ലാം നമ്മളിപ്പോ ചർച്ച ചെയ്ത ബോസ്നിയയിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യം, മാസ്ക് റീവ്, പോയിന്റ് ബ്ലാങ്കുള്ള കൊല, സ്നൈപ്പേഴ്സ്, നേരത്തെ പറഞ്ഞ ജനസൈഡിന്റെ പ്ലേസേഴ്സ്, റേവ്സ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലസ്തീൻ്റെ. ഇപ്പൊ ജസ്റ്റ് ഈ സബ്രനിച്ച പറഞ്ഞല്ലോ സേഫ് സോൺ ആക്കിയെന്നുള്ളത്. ഇപ്പൊ റഫേൽ എന്താ സംഭവിച്ചത്? അത് നോർത്തേൺ ഗസയാണ്. അവിടെ പോയിക്കോളൂ, സേഫ് സോൺ എന്ന് പറഞ്ഞു. നമ്മളെ ബോർഡറാണ്, മാപ്പ് നമ്മളെ മൈൻഡിൽ ഉണ്ടാവല്ലോ. അവിടെ നിങ്ങൾ എന്താണ് സേഫ് ആണെന്ന് പറഞ്ഞു, നോർത്തേൺ ഗസ. അപ്പൊ അവിടെ ഇസ്രായേൽ എന്നിട്ട് ബോംബ് ഇടുന്നു, അത് താഴത്ത് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറക്കി ലാസ്റ്റ് റഫേക്ക് എത്തിയപ്പോൾ അതാ സേഫ് സോൺ എന്ന് പറഞ്ഞു. റഫേ പോലും നമ്മളെന്താ കാണുന്നത്? കുട്ടികളെ എന്ത് ചെയ്യാണ്? ഡീഹ്യൂമനൈസ് ചെയ്യാണ്. കുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുകയാണ്, പെൺകുട്ടികളെ പീഡിപ്പിക്കുകയാണ്. അതും വളരെ അഭിമാനത്തോടെ പറയുന്ന ഇസ്രായേൽ പട്ടാളക്കാർ. യുഎനെ കുറിച്ച് പറയുമ്പോഴും സെർബിയനെ കുറിച്ച് പറയുമ്പോൾ, യുഎന്റെ ഇത് പറയുമ്പോൾ, സെർബിയനെ കുറിച്ച് പറയുമ്പോൾ സെർബിയൻകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. അവരിപ്പോ ഈ ആളുകളൊക്കെ കാണുന്നത് വാർ ഹീറോസ് ആയിട്ടാണ്. അവരെ ആഘോഷിക്കുകയാണ് ഈ ആളുകളൊക്കെ. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, ലോകത്തിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. UN എന്താ ചെയ്തു വെച്ചാൽ, യുഎനെ കുറിച്ച് പൊതുവെ പറയാനുള്ള ഒരു കാര്യം, യുഎനെ എങ്ങനെയാണോ രാജ്യങ്ങൾ അനുവദിക്കുന്നത് അതുപോലെ യുഎനിന് ആക്ട് ചെയ്യാൻ പറ്റും. അതായത് സെർബിയയുടെ കാര്യത്തിൽ, ബോസ്നിയയുടെ കാര്യത്തിൽ അന്ന് യുഎനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. ആ എയർഫോഴ്സ് എടുക്കാൻ ആരും സമ്മതിച്ചില്ല. അതാണ് സത്യം. എല്ലാവരും നിശ്ചിത ആലോചിച്ചു. ഉമർ സുലൈമാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഇവര് പറയുന്നുണ്ട് ഇങ്ങനെ, അതായത് നമ്മളിപ്പോഴും അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാലത്ത് ഇതൊക്കെ ലോകം മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. UN എന്താ ഉണ്ടാക്കിയത്? UN പറയുന്നത് എന്താ അറിയാം? ഹങ്കർ സ്ട്രൈക്ക് ഉണ്ട് അവിടെ. അതായത് അവിടെ ഭയങ്കര ഹങ്കർ പ്രശ്നമുണ്ട്. അതായത് ബോഡിക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വളരെ കുറവ്. അത് പറയാൻ UN ആവശ്യമില്ല. UN അങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. UN ചെയ്യേണ്ടത് ഇടപെടുകയാണ്. അപ്പൊ അന്ന് എങ്ങനെ മിണ്ടാതിരുന്നോ, അന്ന് UN എങ്ങനെയാണോ മിണ്ടാതിരുന്നത്, ഇന്നും മിണ്ടാതിരിക്കുന്നു. ഇതിൽ ലോകം മൊത്തം സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഗസയിൽ നടക്കുന്നത് ഉപരി പറയുന്നുണ്ട്. ഗസയിലെ വിഷയത്തിൽ ഗസയിൽ ഇപ്പൊ സേഫ് സോൺ എന്ന് മാത്രമല്ല, അതായത് ഡെത്ത് മാർച്ച് പറഞ്ഞല്ലോ, ഈ UN ഫുഡ് ഇറക്കും, ട്രക്ക് കൊണ്ടുവരും. അവിടെ സിറ്റിന്റെ ആ ഭാഗത്ത് നിന്നുണ്ട് ഫുഡ് ട്രക്ക് വന്നിട്ട് ആൾക്കാർ ഫുഡ് എടുക്കാൻ പോകുമ്പോൾ പട്ടാളക്കാര് ബിൽഡിങ്സ് കാലിയാണ് അറ്റിക്കട്ടി. അതായത് ആൾക്കാരെ പുറത്തിറക്കേണ്ടിട്ട് UN കൂട്ടി ഇപ്പം പലസ്തീൻകാരെ രക്ഷിക്കേണ്ടിട്ട് അതിന്റെ ഒരു ഇതുണ്ടാക്കിയാണല്ലോ ബീച്ചിന്റെ അവിടെ. അതെന്ത് ചെയ്യാണ്? പൊളിച്ചു മാറ്റുന്നത്. ആ പലസ്തീൻകാരെ കൊല്ലേണ്ടിട്ടാണ് പറഞ്ഞത്. ജനസൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പടുത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം പട്ടിനൊക്കെ വിട്ട് കടിപ്പിച്ചു. ആദ്യം ഒരു ഉമ്മനെ ഭയങ്കര സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഒരു മറ്റേ സിൻഡ്രോം മുഹമ്മദ് ബഹാറി പറയില്ല നിർത്തു ഹബീബി. ഞാൻ ഇതിൽ ആലോചിക്കുന്ന ഒരു സാധനം, ഇപ്പൊ ഗസ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പോസ്റ്റ് വാർ സിറ്റുവേഷൻ. ഇപ്പോ ഇവിടുത്തെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഈ വാറ്, ജനസൈഡ്, ഹെയ്റ്റ്രഡ് ഒക്കെ പറഞ്ഞു. ഈ വാറ് കഴിഞ്ഞതിന് ശേഷം 95-ന് ശേഷം ഇതുവരെയുള്ള ബോസ്നിയ എടുത്ത് നോക്കിയാൽ നമുക്ക്
എത്രത്തോളം ഡിവാസ്റ്റേറ്റഡ് ആണ് ഒരു രാജ്യം നമുക്ക് കാണാൻ കഴിയും. എത്ര ആളുകൾ, അതായത് അത്രയും ബോസ്നിയാക്സ് ആണുങ്ങളെല്ലാം വനത്തിലേക്ക് ഓടുകയാണ്. എന്നിട്ട് അവരൊക്കെ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് തോക്കെടുക്കുകയാണ്. സ്ത്രീകൾ അങ്ങനെയും അനുഭവത്തിന് ശേഷം, ഇങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തോക്കെടുത്ത ആളുകളൊക്കെ തിരിച്ചയക്കാണ് പട്ടാളം. അങ്ങനെ അവർക്കൊരു ജോലി ഇല്ലാതെ അവിടെ ആ നാട്ടിലുള്ള ഫാക്ടറികളൊക്കെ തകർത്തഴിഞ്ഞു. ആ നാട്ടിലുള്ള എല്ലാ ഫാക്ടറികളിലുള്ള എല്ലാ വലിയ വലിയ മെഷീനുകൾ അതൊക്കെ, അതായത് ഒരു മെഷീൻ ഉണ്ട്, ഷെല്ലുണ്ടാക്കുന്ന നൂതനമായ ഒരു മെഷീനാണ്. ആ മെഷീന് സെർബിയക്കാര് ഹെലികോപ്റ്ററിലാണ് വലിച്ചടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെയും ഒരു നാടിനെ ഫുള്ളായിട്ട് ലൂട്ട് ചെയ്തു. ഇനി ആ നാടെങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. അതാണ് സെർബിയക്ക് ശേഷം എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ഇപ്പൊ ഗസയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോ ഓക്കെ വാർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്താ ഉണ്ടാവുക? അത്രയും, അതായത് ആളുകൾ അതിനുശേഷം മരിക്കുന്നുണ്ട്. എങ്ങനെ മരിക്കുന്നു? സൈക്കോളജിക്കൽ എഫക്ട്സ് കാരണം, മാനസിക രോഗം വന്നിട്ട് ആളുകൾ ട്രോമകൾ ആളുകൾ. ഇത് ആളുകൾ നമ്മളിപ്പോ കണക്ക് പ്രകാരം എന്താണ് ആളുകൾ മരിക്കുന്നത്, ഷഹീദാവുന്ന ആളുകളല്ലേ. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കൈയില്ലാണ്ട് അല്ലെങ്കിൽ കാലുണ്ട്, വികലാംഗ അനാഥകള് പറയില്ല. ഒരു ആബിദിന്റെയും സീനത്തിന്റെയും കഥ ഉണ്ട്. ആബിദ് ഒരു വലിയ പട്ടാളക്കാരനാണ് ഈ വാറിന്റെ സമയത്ത്. അപ്പോ ആബിദിന്റെ ഒരു പണി എന്താന്ന് വെച്ചാല് അന്ന് തുരങ്കം ഉണ്ടാക്കാം. ഇപ്പോ സരയാബനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 4 വർഷത്തോളം അവര് സീജാണ്. ഈ സീജ് നടക്കുമ്പോ അവരെങ്ങനെ ഇത് അതിജയിച്ചതെന്ന് വെച്ചാല് ഒരു തുരങ്കം ഉണ്ടാക്കി. ഇങ്ങനെ സരയാബിൽ ഒരു വിമാനത്താവളം ഉണ്ട്. അപ്പൊ ആ വിമാനത്താവളത്തിന്റെ അതിന്റെ മറ്റേ ഇതുണ്ടാവില്ലേ, റോഡ് ഉണ്ടാവുമല്ലോ, റൺവേന്റെ അടിയിൽ കൂടി ഇവരെന്ത് ചെയ്തു, ഒരു തുരങ്കം ഉണ്ടായി. ആ തുരങ്കം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഷ്ടി കുനിഞ്ഞ് നടന്നു പോകാൻ പറ്റുന്ന ഒരു തുരങ്കം. അങ്ങനെ തുരങ്കം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഭക്ഷണവും വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ സീജിനെ മറികടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആളുകൾക്കിടയിൽ ഭക്ഷണം എത്തിക്കുക, ഇങ്ങനത്തെ വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ആബിദ്. ആബിദിനെ കുറിച്ച് പറയുന്നുണ്ട്, ആബിദ് ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കുകയാണ്. ഭക്ഷണം എത്തിക്കുക എങ്ങനെ? ട്രക്കിലാണ്. ട്രക്ക് എങ്ങനെ പോവാ? രാത്രി ഓടുക. നിലാവില്ലാത്ത രാത്രിയിൽ ഹെഡ്ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആ കുന്നുള്ള മലകൾക്കിടയിലൂടെ വണ്ടി ഓടിച്ചിട്ടാണ് ആബിദ് പോവുക. ഒന്ന് ജസ്റ്റ് തെന്നിപ്പോയാൽ തീർന്നു. കാരണം ഹെഡ്ലൈറ്റ് ഓൺ ആക്കാൻ പറ്റില്ല. ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വെടി പോയിന്റ് ബ്ലാങ്കിൽ വരിക സ്നൈപ്പേഴ്സിന്റെ അടുത്തത്. അങ്ങനെയും പണിയെടുത്ത ആബിദ് യുദ്ധത്തിന് ശേഷം, ജനസൈഡിന് ശേഷം, ആബിദിന്റെ ഭാര്യ സീനത്തുണ്ട്. സീനത്ത് അപ്പോഴൊക്കെ വീട്ടില്ല, പ്രഗ്നന്റ് ആണ്. അങ്ങനെ ഒരു ദിവസം ആബിദ് യുദ്ധത്തിന് പോയ സമയത്ത്, ആബിദ് കാലങ്ങളായിട്ട് വീട്ടിലില്ല, ഒരു ദിവസം പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഷെല്ലാക്രമണം വരികയാണ്. വീട് കത്തുകയാണ്. സീനത്ത് വീട്ടിൽ നിന്ന് ഓടുകയാണ്. വീട് ഭാഗികമായിട്ട് തകർന്നു. വീട്ടിൽ നിന്ന് ഓടുകയാണ്. ഓടുന്ന സ്പോട്ടിൽ സീനത്തിന്റെ പള്ളക്ക് വെടിയേൽക്കുക. സീനത്താണെങ്കിലോ പ്രഗ്നന്റ്. ആലോചിച്ച് നോക്കുക, രക്തസാക്ഷിയാണ്, ജനിച്ചിട്ട് പോലുമില്ല. ആ കുട്ടി അപ്പ രക്തസാക്ഷിയാവാൻ. അങ്ങനെ സീനത്ത് ഒരുപാട് ശുശ്രൂഷകൾക്ക് ശേഷം സീനത്ത് അവസാനം ജീവിതത്തിലേക്ക് കടന്നു. ആലോചിച്ച് നോക്കുക, പള്ളയിലുള്ള ഒരു കുട്ടി മരിച്ചു. അങ്ങനെ അത്രയും ട്രോമയിൽ കഴിയുന്ന ഒരു ഉമ്മാക്ക് ആശ്വാസം ഏകാൻ പോലും ആബിദപ്പ കൂടല്ല. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ ആബിദ് തിരിച്ചു വരികയാണ്. അവരുടെ വീടൊന്ന് പുതുക്കി പണിയാൻ പോലുള്ള അവസ്ഥയല്ല. അത്രയും വലിയ ഇൻഫ്ലേഷനിലേക്ക് ബോസ്നിയ പോവാണ്. ആളുകൾക്ക് ജോലിയില്ല, ആളുകൾ ട്രോമയിൽ കഴിയാണ്. അങ്ങനെ ആബിദിന് ഭ്രാന്തായി ഒടുക്കം ആബിദ് മരിക്കുക. ഞാൻ ആലോചിക്കുന്നത് ആ സീനത്ത് അറിയുന്ന ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ഒരു വാറിസ്റ്റ് വാർ. അങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, 90-ലാണ് ഏറ്റവും കൂടുതൽ GDP, അതായത് 50 കോടി ഉണ്ടായെന്നുള്ള രാജ്യം. അത് എല്ലാവരും പണിക്കുക, ആൾക്കാർ തട്ടുന്ന രാജ്യം. ഇപ്പൊ നിലവിൽ റിപ്പോർട്ട്സ് ഇന്നലെ വായിച്ച ലേഖനത്തിൽ, അതായത് +2 കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ നിൽക്കുന്നില്ല. കാരണം ആർക്കും അവിടെ ഒരു ഹോപ്പും ഇല്ല. അവിടുത്തെ ആൾക്കാരെ തന്നെ സംസാരിക്കുമ്പോൾ ഇല്ല, ബോസ്നിയ വളരാൻ പോകുന്നില്ല, നശിച്ചു പോയൊരു നഗരമാണ് പ്രതീക്ഷ. ആർക്കും അവിടെ എല്ലാവരും എന്ത് ചെയ്യാണ്, മൈഗ്രേറ്റ് ചെയ്യണം. ബോസ്നിയയിൽ ആരും നിൽക്കുന്നില്ല, അവിടെ ജോലിയില്ല, അവിടെ അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും രൂക്ഷമാണ്. സെബ്രീൻസിൽ ഒരു ഇമാമുണ്ട്, അഹമ്മദ് എന്ന പേര്. അപ്പൊ മൂപ്പരോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭാഗ്യയെ കുറിച്ച് എന്താണ് ഇത് പറയാനല്ലേ? ഭയങ്കര പ്രതീക്ഷ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇവർ ചെറിയ മക്കളാണ്. അപ്പൊ അവരെ വൈഫ് ഇന്റർവ്യൂ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ഞങ്ങൾ നാട് വിടാൻ നോക്കുകയാണ്. കാരണം വെച്ചാൽ ഈ കുട്ടികൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് എന്താണ് അതിനുള്ളൊരു സന്ദർഭമൊന്നും അല്ലെങ്കിൽ പോയി വളർത്താലും അതാണ്. എന്നിട്ട് ഇവര് പറയുന്നുണ്ട്, ഇപ്പൊ നിലവിൽ ബോസ്നിയ എന്ന് പറഞ്ഞാല് 2 ഫെഡറേഷൻ ആയിട്ടാണ്. ഫെഡറേഷൻ ഓഫ് ബോസ്നിയ അല്ല, 3 പ്രസിഡൻസ് ഉണ്ടാവും. പക്ഷെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. UN, അതായത്
അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും UN എന്തിനാണ് ഈ പണിയെടുത്തത് ആലോചിക്കും. ഡേറ്റൻ അഗ്രിമെന്റിലാണ് ഈ അഗ്രിമെന്റിൽ അംഗീകരിക്കുന്നത്, പീസ് കൊണ്ടുവരുന്നത്. 1995 വാർ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് ആ മൊത്തം ബോസ്നിയനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറി വെട്ടിമുറിച്ചിട്ട് ഒന്ന് ഫെഡറേഷൻ ഓഫ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന അവിടെ ക്രോട്സും ബോസ്നിയാക്സും, പിന്നെ ഒന്ന് റിപ്പബ്ലിക് ഓഫ് സെർബ്സ്ക എന്ന് പറഞ്ഞിട്ട് അവിടെ സെർബ്സുമായിട്ട് നിൽക്കുക. അപ്പോ ബോസ്നിയാക്സ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നിലവിലുള്ള സെർബ്സ്കനുള്ള സ്ഥലങ്ങളിലുള്ള ബോസ്നിയാക്സ് ഒക്കെ ഇങ്ങോട്ട് പലായനം ചെയ്തു. അതിനുശേഷമുള്ളവർ അങ്ങോട്ടും, ഇവിടെ ഉള്ള സെർബ്സ് അങ്ങോട്ടും പോയി, അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശേഷം പറയുന്നുണ്ട് ആളുകൾ ഇവർക്കിടയിൽ അതിർത്തി ഇല്ല, ഒറ്റ രാജ്യമാണ്, പക്ഷെ ഇവര് ഉള്ളിലൊരു അതിർത്തി ഉണ്ട്, പക്ഷെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോ ഇവരിങ്ങളെ വന്ന് കാണോ ചോദിക്കണം. ഇത്രയും കാലം അയൽവാസികളായിരുന്നു, നിങ്ങൾ കാണോ? കാണും. അപ്പോഴോ ഞങ്ങൾ ചായ കുടിക്കും, ഞങ്ങൾ വർത്താനം പറയും, സലാം പറഞ്ഞ് പിരിയും. അപ്പോ നമുക്കതിന് അത്രേ ഉള്ളൂ ബന്ധം. അതിന്റെ അപ്പുറം ഒരു സന്തോഷമില്ല. എല്ലാ ചിരികളും തൊലിക്കട്ടിക്കപ്പുറം, തൊലിക്കുള്ളിലൊന്നുമില്ല. അൽ ജസീറയിൽ ഇപ്പോഴും റിപ്പോർട്ട് ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ്. ഇപ്പോഴും ആ റിപ്പബ്ലിക് ഓഫ് സെർബ്സ്കല്ലേ, അവിടെ ഇപ്പൊ ഭയങ്കര റൈറ്റ് മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു സെർബിയൻ ലീഡർ വന്നിട്ടുണ്ട്. അയാള് എന്താ പറയുന്നത്, നമുക്കിപ്പോ ഈ വെറുപ്പ് പിന്നെയും ഇങ്ങനെ അന്ന് ഈ സംഭവം നടക്കുമ്പോ ഈ വില്ലേജിലുള്ള ആളുകളൊക്കെ അത് കാണുന്നുണ്ട്. കൊല്ലപ്പെടുന്ന ഈ മുസ്ലിംസ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് പച്ചക്ക് കാണുകയാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ജനലിലുള്ളുന്ന എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ ഇങ്ങനെ നോക്കിക്കുന്നത്. അപ്പൊ ഈ മുസ്ലിംസ് സർവൈവേഴ്സ് പറയാണ്, ഞങ്ങളിങ്ങനെ ആലോചിച്ചു പോയി, ഇവരൊക്കെ ഇനി ജീവിക്കുന്ന ആളുകളാണല്ലോ, ഇനി ഓർക്ക് എങ്ങനെ പറയാൻ പറ്റുക ഞങ്ങളൊന്നും കണ്ടിട്ടില്ല? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവര് നേരിട്ട് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുകയാണ്, ഇങ്ങനെ കൊല്ലുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ. ഇപ്പൊ ഒരു മനുഷ്യന് മൊത്തത്തിന് സാക്ഷിയാണ്. പിന്നെ ഓൾക്ക് എങ്ങനെയാണ് ഒരുമിച്ച് പോകാൻ കഴിയുന്നത്? ഭീതർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സർവൈവേഴ്സ്. അതിൽ പലരും ഇവരെ തന്നെ പീഡിപ്പിക്കുകയും ഇവരെ തന്നെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അവരെയാണ് പിന്നെ ഇവര് സാധാരണക്കാരായിട്ട്. ഹെയ്ട്രഡ് എന്ന് പറഞ്ഞാല് ചില്ലറ സാധനം. മ്ലാഡിച്ചിന്റെ ഒരു പൂർണ്ണ അവസ്ഥ പറയുന്നുണ്ട്. മൂപ്പരെ അത്രയ്ക്ക് എല്ലാവിധ കേസുകളും മൂപ്പര് 16 വർഷത്തോളം റണ്ണിങ്ങിലാണ്. ഓരോ രാജ്യങ്ങളിങ്ങനെ മാറി മാറി കുറെ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെർബിയ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ മൂപ്പരെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അത്രയ്ക്ക് പ്രഷർ ആയപ്പോഴാണ് മൂപ്പരെ പിടിച്ചു. അങ്ങനെ കോർട്ടിൽ അത്രയ്ക്ക് മൂപ്പരെ പ്രൂവ് ചെയ്തു. ICJ പിടിക്കും. കേസുകളൊക്കെ ഏകദേശം 10 കേസുകൾ മൂപ്പര് പ്രൂവ് ചെയ്ത് മൂപ്പര് ഗിൽറ്റിയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ മൂപ്പര് അപ്പോഴും ആ 3 ജഡ്ജിമാരെ നോക്കിയിട്ട് മൂപ്പര് പറയുന്നുണ്ട് ഷെയിം ഓൺ യു. ആ ഫേമസ് ആ ഫ്രൈസ് ഭയങ്കര ഫേമസ് ആണ്. ഇതൊക്കെ ചെയ്ത മനുഷ്യനാണ് പറയുന്നത് ഷെയിം ഓൺ യു. മൂപ്പര് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് ഈ 10ാമത്തെ സ്റ്റേജ് ഡിനയലാണ്. ആ രാജ്യം മൊത്തപ്പോഴും വിശ്വസിക്കുന്നത് ഈ സംഭവം നടന്നിട്ടില്ല, ഇതൊരു ജനസൈഡ് അല്ല, ഇതങ്ങനെ ഒരു സംഭവം അല്ല, ഇതൊരു വാറായിട്ട് വേണമെങ്കിൽ കാണാം, അതല്ലെങ്കിൽ ഒരു ലിബറേഷൻ മൂവ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ കാണാം. ഇത് ജനസൈഡ് അല്ല, ആളുകൾ അങ്ങനെ കൊന്നിട്ടില്ല എന്നുള്ളത് കള്ളാണ്, ഡിനൈ ചെയ്യൂല് പച്ചക്ക്. ഇനി അതിന്റെ ഇനി ഒരു അടുത്ത ഘട്ടം പറയുന്നുണ്ട്, ജനസൈഡിന്റെ ഒരു അടുത്ത സ്റ്റേജ് പറയാണ്. ഡിനൈൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ആഘോഷം. ഈ ജനസൈഡ് നടന്നതിന്റെ പേരിൽ ആഘോഷം. ഇപ്പൊ സെർബിയക്കാർ പറയുന്നുണ്ട്, പച്ചക്ക് അവർ പറയും, സെർബിയക്കാരല്ല ആ വംശജർ പറയുന്ന ഒരു കാര്യമുണ്ട്, താങ്ക് യു ഫോർ ദിസ് ജനസൈഡ്. അതായത് ഇത് നടന്നതിൽ നന്ദി. ഈ ബ്ലാഡിസിനോട് പറയുന്നത് നടത്തിയതിൽ നന്ദി. ആ ഒരു ഹീറോ ആണ്. ആ ശരിക്കാണ്, ഹീറോ ആണ്. സ്ട്രീറ്റിൽ മൊത്തം ഇവരുടെ വലിയ യാഥാർത്ഥ്യമാണ് ഇതിലുണ്ടാവുന്നത്. ഇസ്രായേലില് ഫലസ്തീനിലും ഗസയിലും ബോംബിടുമ്പോ അവിടുന്ന് കാണാൻ നിൽക്കുക. ഫലസ്തീനിക്കും ഗസയ്ക്കും വേണ്ട, നമ്മളെ രാജ്യത്തിൽ ഇതൊക്കെ തന്നെ. അതിൽ എനിക്ക് ലാസ്റ്റ് പറയാനല്ലേ ചരിത്രം, ഇന്ത്യയിലേക്ക് ഈ ഇസ്ലാമിക ഭരണകൂടം വരുന്ന ചരിത്രമുണ്ട്. ഉമവി ഭരണകൂടത്തിന്റെ സമയത്താണ് ഇന്ത്യയിലേക്ക് വരുന്നത്, സിന്ധിലേക്ക് വരുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീ സിന്ധിൽ വെച്ച് അപമാനിക്കപ്പെട്ട്, അതായത് അവിടുന്ന് ഇങ്ങനെ വരികയാണല്ലോ ഒരു സൈന്യം, മർവാൻ ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാന്ന് തോന്നുന്നു. സൈന്യം ഇങ്ങനെ വരുമ്പോ അല്ലെ ഉമവി, അപ്പൊ സിന്ധിലെ ഒരു സ്ത്രീ, മുസ്ലിം സ്ത്രീ അപമാനിക്കപ്പെട്ടു. എന്തോ ഫർദ എന്തോ വലിക്ക് അങ്ങനത്തെ ഒരു അപമാനമായിട്ട് ഒറ്റ സ്ത്രീ. ഈ വാർത്ത എന്ത് ചെയ്തു, ഉമവി ഭരണാധികാരി മർവാൻ ബിൻ അബ്ദുൽ മലിക്കാൻ തോന്നുന്നു, ഈ വാർത്ത അറിഞ്ഞു. ഈ സ്ത്രീ പോയിട്ട് പരാതിപ്പെട്ടു, ഇങ്ങനെ അപമാനം നേരിടുന്നു. പരാതിപ്പെട്ടൊന്നുമില്ല, അല്ല അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഈ സ്ത്രീ നേരിടേണ്ടുന്ന ആക്രമണത്തിന് പകരം ചോദിക്കേണ്ടിയിട്ട്, നീതി ചോദിക്കേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിന്ധിലേക്ക് മുസ്ലിം പട്ടാളം എത്തുന്നത്. ഒറ്റ സ്ത്രീക്ക് വേണ്ടിയിട്ട് അന്നത്തെ ഖിലാഫത്ത് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ സ്ത്രീന്റെ ഇടങ്ങേറ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ സ്ത്രീന്റെ കേസല്ല. അതായത് നമ്മൾ 8000 മുസ്ലിം ആണുങ്ങളെ കൊന്നൊടുക്കി എന്ന് പറയുമ്പോൾ തന്നെയും അത്രയും സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്, പീഡിക്കപ്പെട്ടിട്ടുണ്ട്.
ഗസൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ത്രീനെ ഒരു കൂസലില്ലാണ്ട് തട്ടിക്കൊണ്ടുപോയിട്ടുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടി ഹിന്ദ് എന്നുള്ളൊരു കുട്ടിന്റെ സാധനം പറയുന്നുണ്ട്. എത്ര ഷോർട്സ് ആണ് 150 കുട്ടി, ചെറിയ കുട്ടിന്റെ മേലേക്കാണ്. 150. അതായത് എനിക്ക് ഭയങ്കര അബ്സേർഡ് ആയിട്ട് ഫീൽ ചെയ്ത്, ട്രംപിന്റെ ചെവിന്റെ സൈഡ് ഒന്ന് ചോര പൊടിഞ്ഞപ്പോ മൊത്തം ലോകവും മീഡിയ ഒക്കെ മൊത്തം ട്രംപ് അനുശോചനം ഭയങ്കര സംഭവം. ഒന്നുമില്ല, അതിനെ എതിർക്കുന്നവര് പോലും അതിനെ വിമർശിക്കുന്നവര് പോലും മൊത്തം മീഡിയയിൽ അതായിരുന്നു ചർച്ച. പക്ഷെ ഹിന്ദോ ചർച്ചയിലെ 35 വെടിയുണ്ടെങ്കിൽ എനിക്ക് മീഡിയയിൽ ചർച്ചയില്ലാത്ത എല്ലാ പ്രശ്നം. അതായത് പറഞ്ഞല്ലോ നമ്മള് മൊത്തം മുസ്ലിംസ് ഉമ്മത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സിന്ധിൽ വെച്ച് ഇടങ്ങാർ അനുഭവിച്ച സ്ത്രീക്ക് വേണ്ടിയിട്ട് നീതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഹിന്ദിന്റെ കേസ് ഇപ്പം നിങ്ങൾ ജസ്റ്റും ചോദിച്ചു, നിങ്ങളെ ചങ്ങായം എടുത്ത് നിങ്ങൾക്ക് റജബ് എന്തിനാ അറിയിച്ചാൽ ഇതാ റജബ് എന്തെങ്കിലും ചോദിക്കും. ട്രംപിന് വെടിയുണ്ട് അറിയോ? ഓ അതറിയാം. അപ്പൊ നമ്മൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ട്രംപിന് വെടികൊണ്ടത് അനുശോചിക്കുകയല്ലേ, ഇതറിയാണ്ടിരിക്കുന്നതിനാണ് ഇങ്ങനെയൊക്കെ നടന്നിട്ട് അതിനെതിരെ സംസാരിക്കാണ്ട് എതിരെ സംസാരിക്കുന്ന അപ്പുറത്ത് ഇത് അറിയാം, ഇത് കോട്ട് ചെയ്യാന്നുള്ള സംഭവം. ഗോവിന്ദ് തന്നെ പറയുന്നുണ്ട്, ഇത് അറിയുക, അതിൽ നിന്ന് റിഫ്ലക്ഷൻ, അതായത് നമ്മളൊരു പാഠം എടുക്കുക എന്നുള്ളത് സംഭവിച്ചിട്ടില്ലെങ്കിൽ, നമ്മളൊന്നും ഒരുപാട് ആളുകൾ ഇതൊന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടാൻ പോവുക. ദക്കർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, അതായത് അത് റിപ്പീറ്റ് ചെയ്യും, ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാതെ അത് പോകില്ല. എന്തായാലും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. റിപ്പീറ്റ് ചെയ്യാണ്. ഇനിയും ഉണ്ട് ഒരുപാട്, ഓർത്തുകൊണ്ടേ ഇരിക്കുക, അറിഞ്ഞോണ്ടിരിക്കുക, മിസ്സാവല്ല. അല്ലെങ്കിൽ ഇനിയും കുട്ടക്കുരകൾ നടന്നുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ്. അവിടെ ഉണ്ടായി ചിരിക്കാം.